ജീവിക്കുന്നു, പരലോകത്തു ജീവിക്കുന്നു. യേശു ക്രിസ്തു ജീവിക്കുന്നു, പരലോകത്തു ജീവിക്കുന്നു. ഇഹലോകത്തു താനിനി വേഗം വരും, രാജരാജനായി വന്നിടുവാൻ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. കൊല്ലുന്ന മരണത്തും ഘോരതര വിഷപ്പല്ലു തകർന്നമയാൽ. കൊല്ലുന്ന മരണത്തും ഘോരതര വിഷപ്പല്ലു തകർന്നമയാൽ. എന്നിതെല്ലാം ഭയമെത്തുവിനെ നമ്മൾ വെല്ലുവിളിക്കുകയാം. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. എന്നേശു ജീവിക്കുന്നതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയാം. എന്നേശു ജീവിക്കുന്നതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയാം. ഇനി തന്നെ പിരിഞ്ഞൊരു ജീവിതമിൽ എനിക്കെല്ലാം എന്നേശു അത്രേ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. മണ്ണിലെ നിത്യവാസമനെ ശിവൻ മുന്നിൽ മഹത്വത്തിനാൻ. മണ്ണിലെ നിത്യവാസമനെ ശിവൻ മുന്നിൽ മഹത്വത്തിനാൻ. ഇനി വെണ്ണില വീട്ടിൽ ചെന്നെത്തുന്നകൾ ഞാൻ പാർത്തിരുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. Thank you. God bless you. Thank you. Thank you for beautiful song. Hallelujah. അനുഗ്രഹിക്കപ്പെട്ട പാട്ടിനെ ദൈവത്തെ സ്തുതിക്കുന്നു. ഹാലേലുയായുടെ ശക്തിയും പ്രാർത്ഥനയുടെ ശക്തിയും സ്തോത്രത്തിന്റെ വിലയും നമ്മൾ മനസ്സിലാക്കുന്ന എത്ര ശക്തിയാവുന്നു. ഹല്ലേലൂയ, സ്തോത്രം. സകലദുഷ്ടന്റെ പോരുകൾ നമുക്ക് വിടുതൽ പ്രാപിപ്പാൻ ഹല്ലേലൂയ ഈ സ്തോത്രവും ഹാലേലൂയ പ്രാർത്ഥനയും ഉപവാസവും അല്ലാതെ കുഞ്ഞാടിന്റെ രക്തവും വചനത്താലും നമുക്ക് മഹാജീവൻ. നമ്മുടെ കർത്താവ് ജീവിക്കുന്നു. ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങൾ ജീവിക്കും. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ കർത്താവ് ജീവിക്കുന്നത് കൊണ്ടാവുന്നു നാം ജീവിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ഓ ഹല്ലേലൂയ, ഉയർത്തെഴുന്നേറ്റ യേശു സ്വർഗ്ഗത്തിൽ പിതാവിന്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി സദാ പക്ഷപാതം ചെയ്യുന്നു. നമ്മെ ചേർപ്പാൻ വേഗത്തിൽ വരുവാൻ പോകുന്നു. ഹല്ലേലൂയ, ഓ സ്തോത്രം. പിന്നെയും അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകൾ പാടുവാൻ എല്ലാ പൈതങ്ങൾക്കും ഈ പ്രേരണയിൽ പാടുന്ന മക്കൾക്കെല്ലാം ഇപ്പോൾ പാടിയ കുഞ്ഞുങ്ങൾക്കും ദൈവം അധികം കൃപയും അനുഗ്രഹവും അഭിഷേകവും ദൈവം നിറയ്ക്കട്ടെ. ഹല്ലേലൂയ, ഗോഡ് ബ്ലസ് യു. ഹല്ലേലൂയ. നമുക്ക് തുടർമാനം ദൈവജനം കേൾപ്പാൻ പോകുകയാവുന്നു. വചനത്തിന്റെ വാതിൽ ദൈവഭക്തി തുറന്നു കിട്ടുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിന്റെ നിറവിൽ മാറ്റമില്ലാത്ത വിധേയ സ്വർഗ്ഗത്തിൽ എന്നേക്ക് സ്ഥിരമായ ദൈവത്തിന്റെ വചനം പരിശുദ്ധാത്മാവിനെ നമ്മൾ സംസാരിപ്പാൻ തക്കവണ്ണം. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ സഹായിപ്പിക്കുന്ന ഒരാൾക്ക് ആത്മാവിൽ നിറഞ്ഞ് ചുരുക്കമായി പ്രാർത്ഥിക്കാമല്ലോ. പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗീയ കർത്താവേ, ഈ രാത്രി
സമയത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഹല്ലേലൂയ. പ്രയർ ലൈനിൽ കൂടി കർത്താവേ ഞങ്ങൾക്ക് ഒരുമിച്ച് അപ്പച്ചന്റെ മുഖത്തേക്ക് നോക്കുവാൻ, അബ്ബാ പിതാവേ എന്ന് വിളിപ്പാൻ, നിന്റെ വചനം പഠിപ്പാൻ കർത്താവേ തന്ന ഈ അവസരത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഹല്ലേലൂയ. പ്രയർ ലൈനായി നന്ദിയോടെ സ്തോത്രം. ഇതിന് തുടക്കം കുറിച്ച കുടുംബത്തെ അവിടുത്തെ കരങ്ങളിലേൽപ്പിച്ച് കർത്താവേ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കുടുംബം പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയങ്ങളിൽ മേലും കർത്താവ് കരം നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ലൈൻ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ദേവദാസനെ കുടുംബമായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പച്ചാ കുടുംബത്തെ കർത്താവേ ഹല്ലേലൂയ മുദ്ര വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. പ്രത്യേക അഭിഷേകത്താൽ കർത്താവ് നടത്തിക്കൊണ്ടിരിക്കുന്നു ഓർത്ത് നന്ദിയോട് സ്തോത്രം. ദൈവദാസൻ അനേക വിഷയങ്ങൾ ഇവിടെ പ്രാർത്ഥിപ്പാനായിട്ട് അപ്പച്ചന്റെ സന്നിധിയിൽ വെച്ചല്ലോ കർത്താവേ. അതെല്ലാം അപ്പച്ചാ നീ ശ്രദ്ധ വെച്ച് കേട്ട് അതിന്റെ മേലെല്ലാം ഞങ്ങൾക്ക് കർത്താവ് ദൈവഗത പ്രകാരമുള്ള മറുപടി ാൻ പോകുന്നു ചെയ്യുന്ന കർത്താവേ. ഹല്ലേലൂയ. എല്ലാ പ്രിയപ്പെട്ട സമയം പ്രാർത്ഥികളിലേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പച്ചാ ഒരു ഇല്ലാത്ത ഭാഷകൾ ഈ ഭാഷകളിൽ കൂടി കർത്താവേ മനോഹരമായ പാട്ട് ഞങ്ങളുടെ കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ. അപ്പച്ചാക്ക് പാടുവാൻ എന്റെ അപ്പച്ചൻ സഹായിച്ചതോർത്ത് നന്ദിയോടെ സ്തോത്രം. ഭാവി ജീവിതമെല്ലാം ധന്യമാക്കി അപ്പച്ചൻ തീർക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. വചനവുമായി വരുന്ന ദൈവദാസനെ കുടുംബമായി ഏൽപ്പിച്ചു കർത്താവേ ഞങ്ങൾ പ്രാർത്ഥിക്കാവേ. വചനത്തിന്റെ വാതിൽ തുറന്നു കൊടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമേ ഹല്ലേലൂയ. സ്വർഗത്തിൽ എന്തേക്കും സ്ഥിരമായ ഹല്ലേലൂയ മങ്ങൾ കർത്താവേ അധികാരത്തോടെ അഭിഷേകത്തോടെ ആത്മനിർവോട് കർത്താവേ ദൈവദാസൻ ഞങ്ങളോട് വിളിച്ചറിയിക്കുമ്പോൾ കർത്താവേ അത് ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി, വിട്ടുതലായി, ദൈവശക്തിയായി, ഉപകാരമായി, രോഗസൗഖ്യമായി, നിത്യതയോട് അടുപ്പിക്കുന്നതായി തീരുവാൻ സഹായിക്കണമേ. എല്ലാറ്റിനും ഉപരി സ്വയം ശോധനയുടെയും ക്രമീകരണത്തിന്റെയും പാപപരിഹാരത്തിന്റെയും ഹല്ലേലൂയ നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഹല്ലേലൂയ. അപ്പച്ചാ ഹല്ലേലൂയ. ഹല്ലേലൂയ കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങളെ ഒരിക്കൽ കൂടി താഴ്ത്തി ഏൽപ്പിക്കുകയാണ് കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങളുടെ ഹൃദയങ്ങളെ കർത്താവേ നീ അവിടുന്ന് ഒരുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. കർത്താവേ വചനം സംസാരിക്കുമ്പോൾ ആ നല്ല നിലത്ത് വീണ വിത്ത് പോലെ കർത്താവേ ദൈവമേ ഏതനുമതിയാ നന്മകളെ നൂർമേനിയായി ഫലം കൊടുപ്പാൻ കർത്താവേ നിലനിൽക്കുന്ന ഫലങ്ങൾ കായ്പാൻ അപ്പത്തിന് സൗരഭ്യവാസനയായി തീരുവാൻ കർത്താവേ ഞങ്ങളെ ഓരോരുത്തരെയും ഒരിക്കൽ കൂടി താഴ്ത്തി ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. സകലമാനവും മഹത്വം അപ്പച്ചനെ എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച് യേശുവിന്റെ നാമത്തിൽ താഴ്മയായി യാചിക്കുന്ന കൃപയോട് കേൾക്കണമേ. ആമേൻ. 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 താങ്ക് യു. ഗോഡ് ബ്ലസ് യു. കർത്താവ് ഐശ്വര്യമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കണ്ണുനീരോടെ പ്രാർത്ഥിക്കേണ്ട സമയങ്ങളാകുന്നു. ഇത് അന്ത്യമാകുന്നു. യേശു ക്രിസ്തു രാത്രിയിൽ ഗതസമനയിലും പകൽ കാൽവറി ക്രൂശിലും കരഞ്ഞു. ലാസറിന്റെ കല്ലറയ്ക്കൽ കരഞ്ഞു. ഈ അന്ത്യമാകുന്നുവെന്ന് ദൈവത്തിന്റെ ആത്മാവ് വീണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. കരഞ്ഞ് പ്രാർത്ഥിക്കേണ്ട സമയങ്ങളാകുന്നു ഇതെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഓർമ്മിക്കുന്നു. നമുക്ക് വളരെ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. ദൈവവചന സൂക്ഷിക്കായി ദൈവഭക്തനെ ക്ഷണിക്കുന്ന യഹോവയെ അരുളിച്ചേണമേ അടിയൻ കേൾക്കുന്നുള്ള പ്രാർത്ഥന നമുക്കായിരിക്കാം. വചന ശുശ്രൂഷയ്ക്കായി ദൈവഭക്തനെ ക്ഷണിക്കുന്നു പാസ്റ്റർ ജോൺ വർഗീസ്. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു പാസ്റ്റർ. ഇന്ന് രാത്രി ദൈവസന്നിധിയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്തുകൊണ്ട് കർത്താവിനെ സ്തുതിക്കുന്നു. വേഗം വരുവാൻ പോകുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യമേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. പ്രവൃത്തികളുടെ പുസ്തകം 9-ാം അധ്യായമാണ് കഴിഞ്ഞ 2 ആഴ്ചയായി നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസിന്റെ മാനസാന്തരം എങ്ങനെ കർത്താവിനെ കണ്ടു എന്നതിനോടുള്ള ബന്ധത്തിൽ ഹല്ലേലൂയ സ്തോത്രം
അതാണ് പ്രധാനമായി നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് രാത്രിയിലും. ഹല്ലേലൂയ. ആ വേദ വാക്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോകുവാൻ ക്രിസ്തുയേശുവിൽ ആഗ്രഹിക്കുകയാണ്. പ്രവൃത്തികളുടെ പുസ്തകം 9-ാം അധ്യായം ഈ പുസ്തകത്തിന്റെ ഒരു ടേണിംഗ് പോയിന്റ് ആണ്, ക്രിസ്ത്യാനിറ്റിയുടെ ഒരു ടേണിംഗ് പോയിന്റ് ആണ്. അതുകൊണ്ടാണ് 2-3 ആഴ്ച എടുത്തുകൊണ്ട് നാം ഈ 9-ാം അധ്യായത്തിന്റെ ആദ്യ 31 വാക്യങ്ങൾ ചിന്തിപ്പാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നത്. 9-ാം അധ്യായത്തിന്റെ 1 മുതൽ 31 വരെയുള്ള വേദഭാഗങ്ങൾ വായിച്ചിട്ട് തുടർമാനമായി ഹല്ലേലൂയ ഈ വേദഭാഗങ്ങൾ കൂടെ ഇന്ന് രാത്രിയും നാം ചിന്തിക്കുന്നതായിരിക്കും. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ശൗൽ കർത്താവിന്റെ ശിഷ്യന്മാരുടെ നേരെ ഭീഷണിയും കുലയും നിശ്വസിച്ചുകൊണ്ട് മഹാപുരോഹിതന്റെ അടുക്കൽ ചെന്നു. ദമസ്കോസിൽ ഈ മാർഗക്കാരായ വല്ല പുരുഷന്മാരെയോ സ്ത്രീകളെയോ കണ്ടാൽ അവരെ പിടിച്ചു കെട്ടി യെരുശലേമിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം അവിടുത്തെ പള്ളികൾക്ക് അവനോട് അധികാരപത്രം വാങ്ങി അവൻ പ്രയാണം ചെയ്ത് ദമസ്കോസിന് സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്തു നിന്നൊരു വെളിച്ചം അവന്റെ ചുറ്റും മിന്നി. അവൻ നിലത്ത് വീണു. ശൗലേ, ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് തന്നോട് പറയുന്ന ഒരു ശബ്ദം കേട്ടു. നീ ആരാകുന്നു കർത്താവേ എന്നവൻ ചോദിച്ചതിന്, നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാൻ. നീ എഴുന്നേറ്റ് പട്ടണത്തിൽ ചെല്ലുക, നീ ചെയ്യേണ്ടുന്നത് അവിടെ വച്ച് നിന്നോട് പറയും എന്ന് അവൻ പറഞ്ഞു. അവനോടുകൂടെ പ്രയാണം ചെയ്ത പുരുഷന്മാർ ശബ്ദം കേട്ടുവെങ്കിലും ആരെയും കാണാതെ മരവിച്ചു നിന്നു. ശൗൽ നിലത്ത് നിന്ന് എഴുന്നേറ്റ് കണ്ണു തുറന്നപ്പോൾ ഒന്നും കണ്ടില്ല. അവർ അവനെ കൈക്ക് പിടിച്ച് ദമസ്കോസിൽ കൂട്ടിക്കൊണ്ടുപോയി. അവൻ 3 ദിവസം കണ്ണു കാണാതെയും തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെയും ഇരുന്നു. എന്നാൽ അനന്യാസ് എന്നൊരു ശിഷ്യൻ ദമസ്കോസിൽ ഉണ്ടായിരുന്നു. അവനെ കർത്താവ് ഒരു ദർശനത്തിൽ അനന്യാസേ എന്ന് വിളിച്ചു. കർത്താവേ, അടിയനിതാ എന്നവൻ വിളി കേട്ടു. കർത്താവ് അവനോട്, നീ എഴുന്നേറ്റ് നേർവീതി എന്നൊരു തെരുവിൽ ചെന്ന് യൂദയുടെ വീട്ടിൽ തർസോസുകാരനായ ശൗൽ എന്നു പേരുള്ളവനെ അന്വേഷിക്ക, അവൻ പ്രാർത്ഥിക്കുന്നു. അനന്യാസ് എന്നൊരു പുരുഷൻ അകത്തു വന്ന് താൻ കാഴ്ച പ്രാപിക്കേണ്ടതിന് തന്റെ മേൽ കൈവയ്ക്കുന്നത് അവൻ കണ്ടിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. അതിന് അനന്യാസ്, കർത്താവേ, ആ മനുഷ്യൻ യെരുശലേമിൽ നിന്റെ വിശുദ്ധന്മാർക്ക് എത്ര ദോഷം ചെയ്തു എന്ന് പലരും പറഞ്ഞു ഞാൻ കേട്ടിരിക്കുന്നു. ഇവിടെയും നിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവരെ ഒക്കെയും പിടിച്ചു കെട്ടുവാൻ അവന് മഹാപുരോഹിതന്മാരുടെ അധികാരപത്രമുണ്ട് എന്നുത്തരം പറഞ്ഞു. കർത്താവ് അവനോട്, നീ പോകുക, അവൻ എന്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്കും മുൻപിൽ വഹിക്കുവാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാകുന്നു. എന്റെ നാമത്തിനു വേണ്ടി അവൻ എന്തെല്ലാം കഷ്ടം സഹിക്കേണ്ടതാകുന്നു എന്ന് ഞാൻ അവനെ കാണിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അനന്യാസ് ആ വീട്ടിൽ ചെന്നു അവന്റെ മേൽ കൈവച്ചു. ശൗലേ, സഹോദര, നീ കാഴ്ച പ്രാപിച്ച് പരിശുദ്ധാത്മ പൂർണ്ണനാകേണ്ടതിന് നീ വന്ന വഴിയിൽ നിനക്ക് പ്രത്യക്ഷനായ യേശു എന്ന കർത്താവ് എന്നെ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവന്റെ കണ്ണിൽ നിന്ന് ചെതുമ്പൽ പോലെ വീണു, കാഴ്ച ലഭിച്ചു. അവൻ എഴുന്നേറ്റ് സ്നാനമേൽക്കുകയും ആഹാരം കൈക്കൊണ്ട് ബലം പ്രാപിക്കുകയും ചെയ്തു. അവൻ ദമസ്കോസിലുള്ള ശിഷ്യന്മാരോട് കൂടെ കുറെ നാൾ പാർത്തു. യേശു തന്നെ ദൈവപുത്രൻ എന്ന് പള്ളികളിൽ പ്രസംഗിച്ചു. കേട്ടവരെല്ലാവരും വിസ്മയിച്ചു. യെരുശലേമിൽ ഈ നാമം വിളിച്ചപേക്ഷിക്കുന്നവർക്ക് നാശം ചെയ്തവൻ ഇവനല്ലയോ? ഇവിടെയും അവരെ പിടിച്ചു കെട്ടി മഹാപുരോഹിതന്മാരുടെ അടുക്കൽ കൊണ്ടുപോകുവാനല്ലോ വന്നത് എന്ന് പറഞ്ഞു. ശൗലോ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു. യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിച്ചു. ദമസ്കോസിൽ പാർക്കുന്ന ശിഷ്യന്മാരെ മിണ്ടാതാക്കി. കുറെ നാൾ കഴിഞ്ഞപ്പോൾ യഹൂദന്മാർ അവനെ കൊല്ലുവാൻ ആലോചിച്ചു. ശൗൽ അവരുടെ കൂട്ടുകെട്ടറിഞ്ഞു. അവനെ കൊല്ലുവാൻ അവർ രാവും പകലും നഗരഗോപുരങ്ങളിൽ കാവൽ വെച്ചു. എന്നാൽ
അവന്റെ ശിഷ്യന്മാർ രാത്രിയിൽ അവനെ ഒരു കൊട്ടയിലാക്കി അതിൽ വഴിയായി ഇറക്കി വിട്ടു. അവൻ യെരൂശലേമിലെത്തിയപ്പോൾ ശിഷ്യന്മാരോട് ചേരുവാൻ ശ്രമിച്ചു. എന്നാൽ അവൻ ഒരു ശിഷ്യനെന്ന് വിശ്വസിക്കാതെ എല്ലാവരും അവനെ പേടിച്ചു. ബർന്നബാസോ അവനെ കൂട്ടി അപ്പോസ്തലന്മാരുടെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ വഴിയിൽ വെച്ച് കർത്താവിനെ കണ്ടതും കർത്താവ് അവനോട് സംസാരിച്ചതും ദമസ്കോസിൽ അവൻ യേശുവിന്റെ നാമത്തിൽ പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചതും എല്ലാം അവരോട് വിവരിച്ചു പറഞ്ഞു. പിന്നെ അവൻ യെരൂശലേമിൽ അവരുമായി പെരുമാറുകയും കർത്താവിന്റെ നാമത്തിൽ പ്രാഗൽഭ്യത്തോടെ പ്രസംഗിക്കുകയും ചെയ്തു പോന്നു. യവന ഭാഷക്കാരായ യഹൂദന്മാരോടും അവൻ സംഭാഷിച്ച് തർക്കിച്ചു. അവരോ അവനെ കൊല്ലുവാൻ വട്ടം കൂട്ടി. സഹോദരന്മാർ അതറിഞ്ഞ് അവനെ കൈസരിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ നിന്നും തർസോസിലേക്ക് അയച്ചു. അങ്ങനെ യഹൂദ്യ, ഗലീല, ശമരിയ എന്നീ ദേശങ്ങളിലൊക്കെയും സഭയ്ക്ക് സമാധാനമുണ്ടായി. അത് ആത്മീയവർദ്ധന പ്രാപിച്ചും കർത്താവിനോടുള്ള ഭക്തിയിലും പരിശുദ്ധാത്മാവിന്റെ പ്രബോധനത്തിലും നടന്ന് പെരുകിക്കൊണ്ടിരുന്നു. സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളോട് ദയയുണ്ടാകണമേ. സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന അവിടുത്തെ വചനം ഞങ്ങൾ വായിച്ചു നാഥ. ഈ തിരുവചനത്തിൽ കൂടെ അവിടുത്തെ അരുളപ്പാടുകൾ ഗ്രഹിപ്പാൻ ആവശ്യമായ ജ്ഞാനവും ഹൃദയ ഒരുക്കവും ഞങ്ങൾക്ക് നൽകണമേ. വചന കേൾവിയിലുള്ള വിടുതലും സൗഖ്യവും സമൃദ്ധിയും അനുഭവിപ്പാൻ കർത്താവ് സഹായിക്കണമേ. ദൈവവചനം കേൾക്കുന്ന ഏവരെയും തിരുനാമത്തിൽ അനുഗ്രഹിക്കുന്നു. കർത്താവ് മഹത്വം എടുക്കുവാൻ പോകുന്നതിനാൽ സ്തോത്രം. യേശു രക്ഷകന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഒരിക്കൽ കൂടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യമേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ദൈവത്തിനു സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോസ്തലനായ പൗലോസിന്റെ മാനസാന്തരത്തെ പറ്റി, കർത്താവിനെ കണ്ടതിനെ പറ്റി കർത്താവ് തന്നെ ഹല്ലേലൂയ, സ്തോത്രം, അനന്യാസിനോട് പറയുന്ന ഒരു സാക്ഷ്യം 15-ാം വാക്യത്തിലുണ്ട്. കർത്താവ് അവനോട്, നീ പോകാം, അവൻ എന്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്കും മുമ്പിൽ വഹിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാകുന്നു. 3 ഗ്രൂപ്പുകളെ ഇവിടെ കാണുവാൻ സാധിക്കും. അന്യാസിനോട് പറയുകയാണ്, ഹല്ലേലൂയ, സ്തോത്രം, നീ പോയി പ്രാർത്ഥിക്കുവാൻ പോകുന്ന ശൗലിനെ 3 വിധ പ്രത്യേക ശുശ്രൂഷകൾ ഞാൻ നൽകുവാൻ പോകുകയാണ്. ഒന്ന്, ജാതികളുടെ ഇടയിലുള്ള ശുശ്രൂഷ, രാജാക്കന്മാരോടും പ്രഭുക്കന്മാരോടുമുള്ള ശുശ്രൂഷ, സ്വന്തം ജനമായ ഇസ്രയേലിനോടുള്ള ശുശ്രൂഷ. ഈ 3 കാര്യങ്ങളും പ്രവൃത്തികളുടെ പുസ്തകത്തിൽ അപ്പോസ്തലനായ പൗലോസിന്റെ ശുശ്രൂഷയിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. വിശേഷാൽ ഹല്ലേലൂയ, സ്തോത്രം, തന്റെ 3 സാക്ഷ്യങ്ങളെ പറ്റി ഏതാണ്ട് 2 ആഴ്ച മുമ്പ് എനിക്ക് തോന്നുന്നു പ്രയർ ലൈനിൽ പറഞ്ഞതാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഈ 15-ാം വാക്യത്തോടുള്ള ബന്ധത്തിൽ 1 മിനിറ്റിൽ ഞാൻ അത് ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ജാതികളോടുള്ളതായ പൗലോസിന്റെ ശുശ്രൂഷ 9-ാം അധ്യായത്തിലെ തന്റെ സാക്ഷ്യം വിശുദ്ധ ലൂക്കോസെ വിവരിക്കുന്നതിനോടുള്ള ബന്ധത്തിൽ നിവർത്തീകരിക്കപ്പെടുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. അതുപോലെ തന്നെ രാജാക്കന്മാരോടുള്ളതായ തന്റെ ശുശ്രൂഷ, തന്റെ സാക്ഷ്യം 3 പൗലോസിന്റെ സാക്ഷ്യം പ്രവൃത്തികളുടെ പുസ്തകത്തിൽ കാണുവാൻ സാധിക്കുന്നത്. 26-ാം അധ്യായത്തിൽ ഫെലിക്സിനോടും ഹെരോദാവിനോടുമൊക്കെ ഹല്ലേലൂയ തന്റെ രക്ഷയുടെ സാക്ഷ്യം പറയുന്നതിനകത്തെ നിവർത്തീകരിക്കപ്പെടുകയാണ്. പിന്നീട് പല രാജാക്കന്മാരോട് താൻ സാക്ഷ്യം പറഞ്ഞ് അത് നിവർത്തീകരിക്കപ്പെട്ടുകൊണ്ടിരുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. 3-മതായി തന്റെ സാക്ഷ്യം ഹല്ലേലൂയ പ്രവൃത്തികളുടെ പുസ്തകം 22-ാം അധ്യായത്തിൽ കാണുവാൻ സാധിക്കും. ഹല്ലേലൂയ, സ്തോത്രം, അത് യെരൂശലേമിൽ ഇസ്രായേൽ മക്കളോട് താൻ പറഞ്ഞ സാക്ഷ്യമാണ്. ഹല്ലേലൂയ, അങ്ങനെ ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്കും തന്റെ സാക്ഷ്യം വെളിപ്പെടുത്തിയതേ ഹല്ലേലൂയ, സ്തോത്രം, അനേക സ്ഥലങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുമെങ്കിൽ തന്നെയും പ്രവൃത്തികളുടെ പുസ്തകത്തിൽ തന്നെ ഹല്ലേലൂയ വിശുദ്ധ ലൂക്കോസെ വെളിപ്പെടുത്തിയിരിക്കുന്നത് വളരെ നിർണായകമായ കാര്യമാണ്. 31 വാക്യങ്ങളാണ് നാം വായിച്ചതെങ്കിൽ തന്നെയും 9-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം മുതൽ 31-ാം വാക്യം വരെ 3-ലധികം വർഷത്തെ ചരിത്രമാണ് കാണുവാൻ സാധിക്കുന്നത്. എക്സാക്ട്ലി 3-നും 4-നും ഇടയിൽ
ഉള്ളതായ ചരിത്രം 3-ലധികമുണ്ട്. 4-ന് ഇപ്പുറവുമായിട്ട് ഹല്ലേലൂയ ഉള്ള ചരിത്രമാണ് പ്രധാനമായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോസ്തലനായ പൗലോസിന്റെ ഹല്ലേലൂയ ചില ശുശ്രൂഷകൾ, ഹല്ലേലൂയ, ഒന്നാമതായി താൻ ദമസ്കോസിൽ വെച്ച് കർത്താവിനെ കണ്ടെത്തുന്നു. ഹല്ലേലൂയ, അത് നാം ചിന്തിച്ചതാണ്. ദൈവത്തിന് സ്തോത്രം. അവിടെ നിന്നും ഹല്ലേലൂയ, സ്തോത്രം, തനിക്ക് സൗഖ്യം 3 ദിവസം താൻ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നു. അതിനുശേഷം അനന്യാസ് കടന്നു വരുന്നു, തന്റെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നു, താൻ പരിശുദ്ധാത്മ പൂർണ്ണനാകുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അതിനുശേഷം ഹല്ലേലൂയ, സ്തോത്രം, 17-ാം വാക്യത്തിൽ ഹല്ലേലൂയ, 18-ാം വാക്യത്തിൽ ഉടനെ അവന്റെ കണ്ണിൽ നിന്ന് ചെതുമ്പൽ പോലെ വീണു, കാഴ്ച ലഭിച്ച് അവൻ എഴുന്നേറ്റ് സ്നാനമേൽക്കുകയും ആഹാരം കൈക്കൊള്ളുകയും ചെയ്തു. പൗലോസിന്റെ സ്നാനമാണ് 18-ാം വാക്യത്തിൽ കാണുവാൻ സാധിക്കുന്നത്. താൻ താമസിക്കുന്ന വീട്ടിൽ നിന്നും ഏതാണ്ട് 1 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ അബാന നദി. അബാന നദിയെ പറ്റി നമുക്കറിയാം. 2 രാജാക്കന്മാരുടെ പുസ്തകം 5-ാം അധ്യായത്തിൽ പർപ്പരും അബാനായും ഒക്കെ ഡെമസ്കോസിൽ ഉള്ളപ്പോൾ ഹല്ലേലൂയ, സ്തോത്രം, ഞാൻ എന്തിനാണ് ഈ യോർദാൻ നദിയിൽ പോയി 7 പ്രാവശ്യം മുങ്ങുന്നത് എന്ന് നയമാൻ ചോദിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അതുപോലെ വളരെ മനോഹരമായി ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ളതായ മനോഹരമായ നദിയാണ് അബാന നദി. അന്ന് രാത്രിയിൽ ഹല്ലേലൂയ, സ്തോത്രം, താൻ താമസിക്കുന്ന വീട്ടിൽ നിന്നും 1 കിലോമീറ്റർ യാത്ര ചെയ്ത് അബാന നദിയിലായിരിക്കണം ഹല്ലേലൂയ, സ്തോത്രം, അനന്യാസെ ശൗലിനെ വിശ്വാസ സ്നാനം നൽകിയത് എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു. ഹല്ലേലൂയ, യഹൂദന് സ്നാനം ആവശ്യമാണ്. ഹല്ലേലൂയ, പരിച്ഛേദന ഏറ്റവർക്ക് സ്നാനം ആവശ്യമാണ്. പുരുഷന്മാർക്ക് സ്നാനം ആവശ്യമാണ്. പരീക്ഷന്മാർക്ക് സ്നാനം ആവശ്യമാണ്. ഹല്ലേലൂയ, സ്തോത്രം, എന്നൊക്കെയും ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. വിശ്വാസ സ്നാനത്തെ പറ്റി വളരെ വ്യക്തമായി ഈ 18-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. എപ്പോഴാണ് സ്നാനപ്പെടുന്നത്? 8-ാം അധ്യായം പഠിച്ചപ്പോൾ നിനക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടെങ്കിൽ ആകാം എന്നുള്ള വിഷയത്തോടുള്ള ബന്ധത്തിൽ നാം ചിന്തിപ്പാൻ തക്കവണ്ണം ഇടയായതുകൊണ്ട് ഞാൻ ആ ഭാഗം പെട്ടെന്ന് മുമ്പോട്ട് പോകുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. 19-ാം വാക്യം നാം വായിക്കുമ്പോൾ അവൻ ദമസ്കോസിലുള്ള ശിഷ്യന്മാരോടുകൂടെ കുറെ നാൾ പാർത്തു. ഹല്ലേലൂയ. അവരുടെ ദൈവപുത്രൻ എന്ന അവരുടെ പള്ളികളിൽ പ്രസംഗിച്ചു. അഥവാ സിനഗോഗുകളിൽ, യഹൂദന്മാരുടെ സിനഗോഗുകളിൽ പ്രസംഗിച്ച കാര്യമാണ്. ഹല്ലേലൂയ, സ്തോത്രം, 20-ാം വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. 20-ാം വാക്യം ഇംഗ്ലീഷിൽ നോക്കുമ്പോൾ ആൻഡ് straightway he preached Christ in the synagogue and that he is the son of God, that Jesus is the son of God. straightway എന്നുള്ളതായ ആ പദപ്രയോഗം മലയാളത്തിലില്ല. ഹല്ലേലൂയ, സ്തോത്രം. യേശു ദൈവപുത്രൻ എന്ന് പള്ളികളിൽ പ്രസംഗിച്ചു. ഹല്ലേലൂയ. ഉടനെ ഹല്ലേലൂയ എന്നുള്ള പദമാണ് straightway എന്ന് കാണുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. താൻ രക്ഷിക്കപ്പെട്ട് വിശ്വാസ സ്നാനം സ്വീകരിച്ച് പരിശുദ്ധാത്മാവിൽ നിറവ് പ്രാപിച്ച ഉടൻ തന്നെ ഹല്ലേലൂയ താൻ ശുശ്രൂഷ ആരംഭിക്കുന്നതാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. straightway he preached that Jesus Christ is the son of God, the Messiah. യഹൂദന്മാരുടെ സിനഗോഗുകളിലേക്ക് പോയി ദമസ്കോസിൽ താൻ ശുശ്രൂഷ ചെയ്യുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. straightway ഒരു വലിയ പ്രസംഗ വിഷയമാണ്. ഉടനെ, ഹല്ലേലൂയ, ഇമ്മീഡിയറ്റ്ലി. ഹല്ലേലൂയ, സ്തോത്രം. പ്രധാനമായി മർക്കോസിന്റെ സുവിശേഷത്തിൽ കൂടെയാണ് നമുക്കത് കാണുവാനായിട്ട് സാധിക്കുന്നത്. 50-ലധികം പ്രാവശ്യം മർക്കോസിന്റെ സുവിശേഷത്തിൽ straightway, immediately, at once, ഹല്ലേലൂയ, all of a sudden എന്നിങ്ങനെ ഉള്ളതായ പദപ്രയോഗം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അവിടെയും ഇവിടെയും തങ്ങി നിൽക്കുന്നവരായിട്ടല്ല, കർത്താവിന്റെ ശുശ്രൂഷ ഉത്സാഹത്തോടുകൂടെ ഹല്ലേലൂയ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ എല്ലായിടത്തും എല്ലാ കാലത്തും ചെയ്യണമെന്ന് ഈ പദപ്രയോഗം നമ്മെ സഹായിക്കുന്നു, പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ ആ ഭാഗത്തു നിന്ന് ഒരു പ്രസംഗത്തിന്റെ ദൂത് പറയുകയാണ് എങ്കിൽ ഇന്ന് 31 വാക്യം നമുക്ക് തീർക്കും
ഓർക്കുവാൻ പ്രയാസമാണ്. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് ഞാൻ മുമ്പോട്ട് പോവുകയാണ്. ഹല്ലേലൂയ ആലോചനയ്ക്കായുള്ള ഒരു പ്രസംഗം അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. അതുപോലെ തന്നെ ഹല്ലേലൂയ 19 വാക്യം നാം വായിക്കുക, 20 വാക്യം 21 വാക്യം വായിക്കുന്നതായ സന്ദർഭത്തിൽ 22 വാക്യങ്ങൾ വായിക്കുന്നതായ സന്ദർഭത്തിൽ 24 വരെ ഹല്ലേലൂയ സ്തോത്രം 25 വരെ അപ്പോസ്തലനായ പൗലോസിന്റെ മിനിസ്ട്രി ഡമസ്കോസിൽ നടക്കുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഹല്ലേലൂയ തന്നെ അരേദ രാജാവ് കൊല്ലുവാൻ ശ്രമിക്കുന്നത് കാണുവാൻ സാധിക്കുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്നതായ തന്നെ കൊല്ലുവാൻ കൂട്ടുകെട്ടുണ്ടാക്കി ഹല്ലേലൂയ സ്തോത്രം തന്നെ കൊല്ലുവാൻ ശ്രമിക്കുന്ന കാര്യത്തെ പറ്റിയാണ് അപ്പോസ്തലനായ പൗലോസ് 2 കൊരിന്ത്യർ 11 അധ്യായത്തിന്റെ 32-33 വാക്യങ്ങളിൽ ഹല്ലേലൂയ സ്തോത്രം തന്റെ കഷ്ടപ്പാടുകളെ, സുവിശേഷത്തിന് വേണ്ടി താൻ അനുഭവിച്ച യാതനകളെ പറ്റി പറയുമ്പോൾ അരേദ രാജാവ് ദമസ്കോസിൽ വെച്ച് എന്നെ കൊല്ലുവാൻ ശ്രമിച്ചുവെന്നും എന്നെ ഒരു കുട്ടയിലാക്കി ശിഷ്യന്മാർ സ്വതന്ത്രരാക്കി രക്ഷപ്പെടുത്തി എന്നുമുള്ളത് താൻ സാക്ഷിക്കുന്നത് കാണുവാൻ സാധിക്കുന്നു. അതെ, ഇവിടെ ഹല്ലേലൂയ സ്തോത്രം 23 മുതൽ 25 വരെയുള്ള വേദഭാഗങ്ങളുടെ റിപ്പീറ്റേഷൻ ആയിട്ട് മോർ എക്സ്പ്ലനേഷൻ ആയിട്ട് ആരാണ് അന്ന് അവിടെ ഭരിച്ചിരുന്നത്? അരേദ രാജാവ് എന്ന് എഴുതിയിരിക്കുന്നത് ഹല്ലേലൂയ സ്തോത്രം ദ ഗവർണർ എന്നാണ് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്. 2 കൊരിന്ത്യർ 11 അധ്യായത്തിന്റെ 32-33 വാക്യങ്ങളിൽ ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് വളരെ പിൻ പോയിന്റ് ചെയ്ത് ഏത് സന്ദർഭത്തിൽ ആര് ഭരിച്ച കാലത്താണ് ഹല്ലേലൂയ സ്തോത്രം തന്നെ കൊല്ലുവാൻ ഡമസ്കോസിൽ വെച്ച് ശ്രമിച്ചതെന്നും ഹല്ലേലൂയ സ്തോത്രം അത് കഴിഞ്ഞിട്ട് ഹല്ലേലൂയ സ്തോത്രം താൻ അവിടെ നിന്ന് കുട്ടയിലാക്കി രക്ഷപ്പെട്ട കാര്യമൊക്കെ വ്യക്തമായി പൗലോസ് തന്നെ 2 കൊരിന്ത്യർ 11 അധ്യായത്തിന്റെ 32-33 വാക്യങ്ങളിൽ ഈ വേദവാക്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നത് കാണുവാൻ സാധിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഈ 19 വാക്യം മുതൽ 25 വാക്യം വരെ വായിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം അപ്പോസ്തലനായ പൗലോസിന്റെ 3 വർഷത്തെ ശുശ്രൂഷകളാണ് കാണുവാൻ സാധിക്കുന്നത്. ഗലാത്യ ലേഖനം 1 അധ്യായത്തിന്റെ 17 വാക്യം കൂടെ ചേർത്ത് വേണം നാം ഈ വേദഭാഗങ്ങൾ വായിക്കുവാൻ. ഹല്ലേലൂയ സ്തോത്രം. താൻ രക്ഷിക്കപ്പെട്ട് ഹല്ലേലൂയ വിശ്വാസ സ്നാനമേറ്റ് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച ഉടൻ തന്നെ ഹല്ലേലൂയ സ്തോത്രം താൻ അറേബ്യയിലേക്ക് പോയി ഹല്ലേലൂയ എന്ന് പ്രത്യേകം പറയുന്നത് കാണുവാൻ സാധിക്കുന്നു. ഹല്ലേലൂയ എപ്പോഴാണ് താൻ പോയതെന്നും എത്ര നാൾ അറേബ്യയിൽ പാർത്തുവെന്നും ഹല്ലേലൂയ സ്തോത്രം നമുക്ക് കാണുവാൻ പ്രയാസമാണ്. എന്നാൽ അവിടെ ഒരു 3 വർഷം ഹല്ലേലൂയ സ്തോത്രം ഗലാത്യ ലേഖനം 1 അധ്യായത്തിന്റെ 17 വാക്യത്തിൽ പ്രത്യേകം പറയുന്നുണ്ട്. അറേബ്യയിൽ താൻ 3 വർഷമായിരുന്നു എന്ന് അവിടെ പറയുന്നില്ല. ഹല്ലേലൂയ സ്തോത്രം. ദമസ്കോസിലും താൻ അറേബ്യയിൽ ദൈവസന്നിധിയിൽ ഇരുന്നതും ഉൾപ്പെടെ 3 വർഷമാണ്. അപ്പോസ്തലനായ പൗലോസ് ഗലാത്യർക്ക് ലേഖനം എഴുതുമ്പോൾ 1 അധ്യായത്തിന്റെ 17 വാക്യത്തിൽ കാണുവാൻ സാധിക്കുന്നത്. ആകയാൽ അറേബ്യയിൽ താൻ 3 വർഷം ചെലവഴിച്ചു എന്ന് വ്യാഖ്യാനിക്കുന്നത് യഥാർത്ഥമായി ശരിയല്ല. ഹല്ലേലൂയ. ദമസ്കോസിലും അറേബ്യയിലും കൂടെ താൻ 40 ദിവസമാണോ 50 ദിവസമാണോ 60 ദിവസമാണോ 3 മാസമാണോ 2 വർഷമാണോ അറേബ്യയിലായിരുന്നത് എന്ന് നമുക്കറിയത്തില്ല. അറേബ്യയിൽ താൻ പോയതിനെ പറ്റി 2 അഭിപ്രായമാണ്. ഹല്ലേലൂയ. മോശ ദൈവത്തിന്റെ അരുളപ്പാടുകൾ പ്രാപിച്ചതായ സീനായി മല വരെ താൻ പോയി എന്നും സീനായി മലയിൽ ഇരുന്നാണ് താൻ അരുളപ്പാടുകൾ ദൈവത്തുമായിട്ട് പ്രാർത്ഥനയിൽ പോരാടിയത് എന്നും പറയുന്നവരുണ്ട്. അല്ല, ഹല്ലേലൂയ സ്തോത്രം, ദമസ്കോസിലാണ് ദമസ്കോസിൽ നിന്നും ഹല്ലേലൂയ പെട്ര ഹല്ലേലൂയ സ്തോത്രം നോർത്തിൽ നിന്നും സൗത്തിലേക്ക് ഏതാണ്ട് 400 ചില്ലുവാനം കിലോമീറ്റർ നടന്നു വന്ന് ഹല്ലേലൂയ സ്തോത്രം പെട്രായിൽ ഉള്ളതായ ആ ഗുഹയിൽ താൻ കയറിയിരുന്ന് പ്രാർത്ഥിച്ചതാണ് ഹല്ലേലൂയ സ്തോത്രം എന്നാണ് ചില വേദവിദ്യാർത്ഥികളുടെ അഭിപ്രായം. എന്നാൽ 3 വർഷമെന്ന് ഒരയിടത്തും അപ്പോസ്തലനായ പൗലോസ് പറയുന്നില്ല. താൻ ഗലാത്യ ലേഖനം 1 അധ്യായത്തിന്റെ 17 വാക്യത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട്. ദമസ്കോസിലും അറേബ്യയിൽ താൻ ചിലവഴിച്ചതുൾപ്പെടെ 3 വർഷമെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് താൻ എത്ര വർഷം പ്രാർത്ഥനയിൽ പോരാടിയെന്നും എത്ര വർഷം ദമസ്കോസിൽ ഉണ്ടായിരുന്നുവെന്നും
സെപ്പറേറ്റ് ചെയ്ത് പറയുക പ്രയാസമാണ്. എന്നാൽ 3 വർഷത്തോളം ഹല്ലേലൂയ കുറഞ്ഞത് ഹല്ലേലൂയ ഈ രണ്ടിടങ്ങളിലായി ഹല്ലേലൂയ സ്തോത്രം താൻ പ്രാർത്ഥനയിലും ശുശ്രൂഷയിലുമായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അതെ, നമുക്ക് ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 17-ാം വാക്യങ്ങൾ കൂടെ പഠിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. തന്നെപ്പറ്റി കർത്താവ് പറയുന്ന സാക്ഷ്യത്തിൽ ഹല്ലേലൂയ സ്തോത്രം 16-ാം വാക്യത്തിൽ എന്റെ നാമത്തിനു വേണ്ടി അവൻ എന്തെല്ലാം കഷ്ടം അനുഭവിക്കേണ്ടു എന്ന് ഞാൻ അവനെ കാണിക്കുമെന്ന് പറഞ്ഞു. വലിയ ദർശനങ്ങളാണ്. ഹല്ലേലൂയ കഷ്ടപ്പാടിന്റെ ഒരു വലിയ ദർശനം കണ്ടുകൊണ്ടാണ് ഹല്ലേലൂയ സ്തോത്രം താൻ മുമ്പോട്ട് ഇറങ്ങിയത്. ഹല്ലേലൂയ. അപ്പൊ അത്ര ഒരു കൺവിക്ഷനാണ് ഹല്ലേലൂയ സ്തോത്രം തനിക്കുണ്ടായി. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് തന്നെ വേർപിരിക്കുന്നത് എന്ത്? കഷ്ടതയോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ ഇപ്പോഴുള്ളതോ വരുവാനുള്ളതോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു ശക്തിക്കോ ഹല്ലേലൂയ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ മറ്റ് യാതൊരു ശക്തിക്കോ ക്രിസ്തുയേശു സ്നേഹത്തിൽ തന്നെ വേർതിരിപ്പാൻ കഴിയുന്നില്ല. റോമാലേഖനം 8-ാം അധ്യായത്തിൽ ഹല്ലേലൂയ അതിന്റെ 35 മുതൽ 39 വരെയുള്ള വാക്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞത്. 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിന്റെ 21 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഹല്ലേലൂയ അപ്പോസ്തലനായ പൗലോസ് തന്നെ ഹല്ലേലൂയ തന്റെ കഷ്ടപ്പാടുകളുടെ വലിയൊരു ലിസ്റ്റ് പറയുന്നുണ്ട്. ഹല്ലേലൂയ പഠിക്കുന്നവർ ആ വേദഭാഗം ഹല്ലേലൂയ സ്തോത്രം വായിക്കുന്നതായ സന്ദർഭത്തിൽ ഹല്ലേലൂയ ഈ 16-ാം വാക്യത്തെ പറ്റിയുള്ള എക്സ്പ്ലനേഷൻ കുറെ കൂടെ ബെറ്ററായി നമുക്ക് ലഭിപ്പാൻ തക്കവണ്ണം ഇടയാകും. സമയ ലാഭത്തിനു വേണ്ടി ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ഹല്ലേലൂയ സ്തോത്രം. അപ്പോസ്തലനായ പൗലോസേ ഹല്ലേലൂയ സ്തോത്രം ദമസ്കോസിൽ നിന്നും 25-ാം വാക്യം കഴിഞ്ഞ് ഹല്ലേലൂയ സ്തോത്രം താൻ യെരുശലേമിലേക്ക് പോകുന്നതാണ് 2-ാമത്തെ സ്റ്റെപ്പ്. ഹല്ലേലൂയ സ്തോത്രം. 3-ാമത്തെ സ്റ്റെപ്പാണ് ഹല്ലേലൂയ സ്തോത്രം. താൻ രക്ഷിക്കപ്പെടുന്നു. ഹല്ലേലൂയ സ്തോത്രം. ശുശ്രൂഷയിലായിരിക്കുന്നു. അറേബ്യയിലും ദമസ്കോസിലും കൂടെ 3 വർഷം പ്രാർത്ഥനയിലും ശുശ്രൂഷയിലും ചിലവഴിക്കുന്നു. ഹല്ലേലൂയ. അതിനുശേഷം താനെ ഹല്ലേലൂയ സ്തോത്രം രക്ഷ പ്രാപിച്ച് കുട്ടയിലാക്കി മതിൽ വഴിയായി ഇറങ്ങി വന്നേ ഹല്ലേലൂയ സ്തോത്രം താൻ യെരുശലേമിലേക്ക് വരുന്നു. ആദ്യമായി താൻ യെരുശലേമിലേക്ക് രക്ഷിക്കപ്പെട്ടതിന് ശേഷം വരുന്നതാണ് കാണുവാൻ സാധിക്കുന്നത്. 9-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങളിൽ യെരുശലേമിൽ നിന്നുമാണ് താൻ ദമസ്കോസിലേക്ക് ഹല്ലേലൂയ ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കുവാൻ വരുന്നത്. എന്നാൽ താൻ യെരുശലേമിലേക്ക് മടങ്ങിപ്പോകുന്നത് ഒരു ക്രിസ്ത്യാനിയായിട്ടാണ് മടങ്ങിപ്പോകുന്നത്. ഒരു ശിഷ്യനായിട്ട് ഹല്ലേലൂയ യേശുരക്ഷകന്റെ ശിഷ്യനായിട്ടാണ് മടങ്ങിപ്പോകുന്നത്. ഹല്ലേലൂയ സ്തോത്രം. ദൈവസഭയെ അവനെ അംഗീകരിക്കുവാൻ പ്രയാസമായിരുന്നു. കാരണം ദൈവസഭയെ മുടിച്ചിട്ടാണ് അവൻ ദമസ്കോസിലേക്ക് പോയത്. എന്നാൽ ബർന്നബാസെ ഹല്ലേലൂയ സ്തോത്രം തന്നെ കൂട്ടിക്കൊണ്ട് അപ്പോസ്തലന്മാരുടെ അടുക്കൽ ചെല്ലുന്നത് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ബർന്നബാസിനെ പറ്റി സ്കൂൾ ഓഫ് സ്റ്റഡീസ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ബർന്നബാസിനെ പറ്റി നാം ഇതിനു മുമ്പും ഹല്ലേലൂയ കാണുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഹല്ലേലൂയ സ്തോത്രം. ബർന്നബാസിനെ പറ്റി ഹല്ലേലൂയ സ്തോത്രം പ്രവൃത്തികളുടെ പുസ്തകം 4-ാം അധ്യായത്തിൽ തന്റെ വസ്തുവകകളെല്ലാം വിറ്റ് ഹല്ലേലൂയ കൊടുക്കുന്നത് കാണാൻ സാധിക്കുന്നു. ഇവിടെ വീണ്ടും ഹല്ലേലൂയ ശൗലിനെ പരിചയപ്പെടുത്തുന്നത് കാണുവാൻ സാധിക്കുന്നു. 11-ാം അധ്യായത്തിൽ ശൗലിനെ തേടി പോകുന്നത് ഹല്ലേലൂയ യെരുശലേം സഭയുടെ ഒരു എൻവോയിയായി താൻ ദമസ്കോസിലേക്ക് ചെല്ലുകയും അവിടെ നിന്ന് ശൗലിനെ തേടിക്കൊണ്ട് അന്ത്യോക്യയിലേക്ക് ചെല്ലുകയും അന്ത്യോക്യയിൽ നിന്ന് ശൗലിനെ തേടി തെർസോസിലേക്ക് പോയി തന്നെ വിളിച്ചുകൊണ്ട് വരികയും ചെയ്യുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഹല്ലേലൂയ. 11-ാം അധ്യായം വരുന്നതായ സന്ദർഭത്തിൽ നാം കൂടുതലായി ബർന്നബാസിനെ പറ്റി ചിന്തിക്കുന്നതായിരിക്കും. ഇന്ന് ഈ വേദഭാഗങ്ങളെല്ലാം തീർക്കേണ്ടതുകൊണ്ട് ഞാൻ ആ ഭാഗം സ്കിപ്പ് ചെയ്ത് ബർന്നബാസിനെ പറ്റി അല്പമായെങ്കിലും സംസാരിക്കേണ്ടതാണ്. എന്നാൽ ഹല്ലേലൂയ സ്തോത്രം 11-ാം അധ്യായത്തിൽ നാം ചിന്തിക്കുന്നത് കൊണ്ട് മുമ്പോട്ട് പോകുവാൻ തക്കവണ്ണം ഞാൻ ക്രിസ്തുയേശുവിൽ ആഗ്രഹിക്കുകയാണ്. എത്ര നാൾ ഞാൻ യെരുശലേമിൽ പാർത്തു എന്നറിയത്തില്ല. ഹല്ലേലൂയ സ്തോത്രം. 3 വർഷം ദമസ്കോസിലും അറേബ്യയിലുമായി. അതിനുശേഷം താൻ യെരുശലേമിൽ വന്നു. യെരുശലേമിൽ വന്നിട്ടും ഹല്ലേലൂയ യെരുശലേം സഭയോടെ ഹല്ലേലൂയ ബർന്നബാസിന്റെ സഹകരണത്താൽ ഒന്നിച്ച് ചേർക്കപ്പെട്ട് ഹല്ലേലൂയ സ്തോത്രം അവിടെ താൻ ശുശ്രൂഷിക്കുന്നതാണ് കാണുവാൻ സാധിക്കുന്നത്. ഹല്ലേലൂയ. പിന്നെ 28-ാം വാക്യം മുതൽ 31-ാം വാക്യം വരെ പിന്നെ അവൻ യെരുശലേമിൽ അവരുമായി പെരുമാറുകയും
കർത്താവിന്റെ നാമത്തിൽ പ്രാഗൽഭ്യത്തോടെ പ്രസംഗിക്കുകയും ചെയ്തു പോന്നു. യവന ഭാഷക്കാരായ യഹൂദന്മാരോടും അവൻ സംസാരിച്ചു. ഹീബ്രു സ്പീക്കിംഗ് ഹല്ലേലൂയ, അതുപോലെ തന്നെ ഹെലനിസ്റ്റിക് ജ്യൂസ്, ഗ്രീക്ക് ഭാഷ സംസാരിക്കുന്ന യവന ഭാഷക്കാരായ യഹൂദന്മാരോടും സംസാരിച്ചു. എല്ലാ സിനഗോഗുകളിലും പോയി തന്റെ സാക്ഷ്യം പ്രസ്താവിക്കുന്നത് കാണുവാൻ സാധിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. 15-ാം വാക്യത്തിൽ നാം ചിന്തിച്ചതുപോലെ ഇസ്രായേൽ മക്കൾക്ക് ഹല്ലേലൂയ ശൗൽ ഒരു നല്ല സാക്ഷ്യമായി മാറുന്നതാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. അവർ അവനെ കൊല്ലുവാൻ വട്ടം കൂട്ടുന്നതായ സന്ദർഭത്തിൽ താൻ അത് അറിഞ്ഞുകൊണ്ട് ഹല്ലേലൂയ അവിടെ നിന്ന് കൈസീരിയയിലേക്ക്, യെരുശലേമിൽ നിന്നും ഏതാണ്ട് 200 മൈൽ അകലെയുള്ള കൈസീരിയയിലേക്ക് പോകുകയും കൈസീരിയയിൽ നിന്നും താൻ തെർസോസിലേക്ക്, കിലിക്കയിലെ തെർസോസിലേക്ക് പോവുകയും ചെയ്തു. ഹല്ലേലൂയ, തെർസോസ് എന്ന് പറയുന്നത് ഹല്ലേലൂയ സ്തോത്രം ഇന്നത്തെ മോഡേൺ ടർക്കിയുടെ സദേൺ ഭാഗമാണ്. കിലിക്കിയ പ്രൊവിൻസിലെ ഏറ്റവും പരമപ്രധാനമായ സ്ഥലമാണ് തെർസോസ് എന്നുള്ളത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, അവിടേക്കാണ് അപ്പോസ്തലനായ പൗലോസ് തന്റെ സ്വന്തം ദേശത്തേക്ക് പോയി താൻ എത്ര നാൾ അവിടെ പാർത്തു എന്ന് നമുക്ക് അപ്പോസ്തലനായ പൗലോസിനെ പറ്റി അറിയത്തില്ല. കുറെ വർഷങ്ങളോളം ഹല്ലേലൂയ സ്തോത്രം താനെ ടർക്കിയുടെ സദേൺ പ്രൊവിൻസിലെ കിലിക്കിയ പ്രൊവിൻസിൽ ഉണ്ടായിരുന്നു എന്നുള്ളതിന് സംശയമില്ല. ഹല്ലേലൂയ സ്തോത്രം. പിന്നെ നാം ശൗലിനെ കാണുന്നത് 11-ാം അധ്യായത്തിന്റെ 25-ാം വാക്യത്തിലാണ്. ഹല്ലേലൂയ, അതുവരെയും ഹല്ലേലൂയ സ്തോത്രം ബർന്നബാസ് തന്നെ തേടി ഹല്ലേലൂയ തെർസോസിൽ ചെന്ന് തന്നെ തിരികെ കൊണ്ടുവന്നതുവരെയും ഹല്ലേലൂയ അപ്പോസ്തലനായ പൗലോസെ തെർസോസിൽ തന്റെ സ്വന്തം ദേശത്തെ തെർസോസുകാരനായ ശൗൽ തെർസോസിൽ പാർക്കുന്നതാണ് കാണുവാൻ സാധിക്കുന്നത്. താൻ തെർസോസിൽ നിന്ന് പോയതായ സന്ദർഭത്തിൽ ഒരു വലിയ പരീശനായി താൻ തന്നെ പറയുന്നുണ്ട്, ഞാൻ പരീശനിൽ നിന്ന് ജനിച്ച പരീശനാണ്. ഹല്ലേലൂയ സ്തോത്രം. ബെന്യാമിൻ ഗോത്രക്കാരൻ ആയ താനെ ഹല്ലേലൂയ തെർസോസിലെ എല്ലാ യഹൂദന്മാരുടെയും അഭിമാനപാത്രമായിരുന്നു. അതുകൊണ്ടാണ് തന്നെ തിരഞ്ഞെടുത്ത് അന്നത്തെ മഹാനായിരുന്നതായ ഗമാലിയേലിന്റെ കീഴിൽ പഠിക്കുവാൻ തക്കവണ്ണം വിട്ടത്. അങ്ങനെ ന്യായപ്രമാണത്തിൽ ഉന്നത ഡിഗ്രി നേടി ഹല്ലേലൂയ സ്തോത്രം താൻ തീർച്ചയായും തെർസോസിലേക്ക് മടങ്ങി വന്ന് കാണണം. തെർസോസിലേക്ക് മടങ്ങി വന്ന് അവിടെ ആയിരിക്കുന്ന കാലത്തായിരിക്കണം വേദവിദ്യാർത്ഥികളിൽ ഒരു ഭാഗം ആൾക്കാരുടെ ചിന്ത താൻ വിവാഹിതനായത്. ഹല്ലേലൂയ സ്തോത്രം. താൻ വിവാഹിതനായി എന്നാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. ഒന്നാമതായി താൻ സെന്നിത്തരി സംഘത്തിന്റെ അംഗമായിരുന്നു. സെന്നിത്തരി സംഘത്തിന്റെ അംഗമാകണമെങ്കിൽ താൻ വിവാഹിതനായിരുന്നു. രണ്ടാമതായി കൊരിന്ത്യ ലേഖനത്തിൽ ഹല്ലേലൂയ താൻ പറഞ്ഞിരിക്കുന്ന ചില വേദ വാക്യങ്ങളും കുടുംബത്തോടുള്ള ബന്ധത്തിൽ ഹല്ലേലൂയ സ്തോത്രം ഭാര്യാഭർത്തൃ ബന്ധം ഹല്ലേലൂയ അതുപോലെ തന്നെ വിവാഹം ഇങ്ങനെയുള്ളതായ ബന്ധത്തിൽ ഒരു കുടുംബസ്ഥൻ പറയുന്നതായ അറിവുകളും ജ്ഞാനവും താൻ പറയുന്നതിനാൽ ഹല്ലേലൂയ താൻ ഒരു വിവാഹിതനായിരുന്നിരിക്കണം എന്നാണ് നാം ചിന്തിക്കേണ്ടത്. ഹല്ലേലൂയ സ്തോത്രം. ഒരു യഹൂദനായി, ഒരു പരീശനായി, ഒരു മാന്യനായി, ഒരു ധനവാനായി, ഒരു റോമൻ സിറ്റിസണായി യെരുശലേമിലേക്ക് അവിടുത്തെ സെന്നിത്തരി സംഘത്തിന്റെ അംഗമായി തെർസോസിലെ വളരെ മാന്യനായി ഹെലനെറ്റിക് ജ്യൂസിന്റെ ഗ്രീക്ക് ഭാഷ സംസാരിക്കുന്നവരുടെ ഒരു എൻവോയിയായി തിരഞ്ഞെടുക്കപ്പെട്ട സെന്നിത്തരി സംഘത്തിലെ അംഗമായി താൻ യെരുശലേമിൽ പോയതാണ്. ഹല്ലേലൂയ സ്തോത്രം. തന്റെ ഭാര്യ അതുപോലെ തന്നെ തന്റെ കുഞ്ഞുങ്ങളെ പറ്റി ഒന്നും നമുക്ക് കാണുന്നില്ല, തന്റെ ഭാര്യയെ പറ്റിയും കാണുന്നില്ല. താൻ വിവാഹിതനായിരുന്നിരിക്കണം. വിവാഹം കഴിഞ്ഞ ഉടൻ തന്നെ താൻ യെരുശലേമിലേക്ക് പോയിരിക്കണം. ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ തെർസോസിലുള്ളതായ തന്റെ കുടുംബം ഹല്ലേലൂയ സ്തോത്രം അപ്പോസ്തലനായ പൗലോസ് ശൗലായിരുന്നവൻ ഹല്ലേലൂയ രക്ഷിക്കപ്പെട്ടുവെന്നും അവനൊരു ക്രിസ്ത്യാനിയായി തീർന്നുവെന്നും ഒക്കെ മനസ്സിലാക്കി യഹൂദന്മാർക്ക് ഒരു അപമാനമായി തീർന്നു എന്നുള്ള ചിന്തയാണ് ഉണ്ടായിരുന്നത്. ധന്യനായ തന്റെ പിതാവ് ഹല്ലേലൂയ തന്റെ പിതാവിനെ പറ്റി ഒന്നും എഴുതിയിട്ടില്ല. തന്റെ മാതാവിനെ പറ്റി നമുക്ക് ഊഹിക്കത്തക്കവണ്ണം ചില കാര്യങ്ങൾ ഹല്ലേലൂയ സ്തോത്രം ചിലത് കാണുവാൻ സാധിക്കുന്നു. തന്റെ സഹോദരി പുത്രനെ പറ്റി പറഞ്ഞിരിക്കുന്നത് കാണാൻ സാധിക്കും. ഹല്ലേലൂയ അതുകൊണ്ട് തനിക്കൊരു സഹോദരി ഉണ്ടായിരുന്നു, യെരുശലേമിലായിരുന്നു എന്ന്
ചിന്തിക്കുന്നതിൽ തെറ്റില്ല. ആളല്ലേ, കാരണം തന്റെ മച്ചുണ്ണനെ, തന്റെ നെഫ്യൂനെ യെരുശലേമിലാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആ വലിയ അഭിമാനമുള്ള വീട്ടിലേക്ക് ഹല്ലേലൂയ സ്തോത്രം, അന്നത്തെ ക്രിസ്ത്യാനി എന്ന് പറയുന്നത് യഹൂദനെ മാന്യത എടുത്തു കളയുന്നതായ വ്യക്തികൾ എന്നുള്ളതാണ്. യഹൂദന്മാരെ എല്ലാം കൊലപാതകന്മാരെന്ന് മുദ്രയടിച്ചവരാണ് എന്നുള്ള ചിന്തയാണ്. കാരണം യേശുവിനെ ക്രൂശിച്ചു, ഹല്ലേലൂയ, സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു, ഹല്ലേലൂയ സ്തോത്രം. ഇങ്ങനെയുള്ള ചിന്തകളിൽ ഹല്ലേലൂയ സ്തോത്രം യഹൂദന്മാരുടെ മാന്യത എടുത്തു കളഞ്ഞു എന്നുള്ള ചിന്തയിൽ ഹല്ലേലൂയ ആ ക്രിസ്ത്യാനികളെ വീക്ഷണം ചെയ്യുന്ന സന്ദർഭത്തിലാണ് തന്റെ വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള വീട്ടിലേക്ക് താൻ ചെല്ലുന്നത്. ഹല്ലേലൂയ, അവിടെ വെച്ച് താൻ തിരസ്കരിക്കപ്പെടുകയാണ്. ഹല്ലേലൂയ, നാം ശരിക്ക് പഠിക്കുകയാണ് എങ്കിൽ അപ്പോസ്തലനായ പൗലോസ് തന്റെ സ്വന്തം വീട്ടിൽ തിരസ്കരിക്കപ്പെടുകയാണ്. തന്റെ സ്വന്തക്കാരാൽ തനിക്ക് ഏറ്റവും ബഹുമാനം കൊടുത്തിരുന്ന തന്റെ സിനഗോഗിൽ നിന്നും, ഹല്ലേലൂയ, തന്റെ കമ്മ്യൂണിറ്റിയിൽ നിന്നും, ഹല്ലേലൂയ സ്തോത്രം, താൻ ഇങ്ങനെ തിരസ്കരിക്കപ്പെട്ട്, ഹല്ലേലൂയ, താൻ വിവാഹം കഴിച്ച തന്റെ ഭാര്യ തന്നെ ഉപേക്ഷിച്ചിരിക്കണം. ഹല്ലേലൂയ സ്തോത്രം. ക്രിസ്ത്യാനിയായി തീർന്നതായിട്ട് ഒരിടത്തും പറയുന്നില്ല. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ തന്നെ ഉപേക്ഷിച്ചിരിക്കണമെന്നുള്ളതായ ഒരു ചിന്തയാണ് നമുക്കുണ്ടാകുന്നത്. അത് യഥാർത്ഥമാണോ അല്ലയോ എന്നൊന്നും നമുക്കറിയത്തില്ല. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ വളരെ ദുഃഖത്തിൽ കൂടെ ഹല്ലേലൂയ ഒരു വ്യക്തിക്ക് ഏറ്റവും വലിയ ദുഃഖത്തിൽ കൂടെ കടന്നു പോകാമോ അത്ര വലിയ ദുഃഖത്തിൽ കൂടെയാണ് താൻ തെർസോസിൽ ഒരു ക്രിസ്ത്യാനിയായ ശേഷം മടങ്ങിച്ചെന്നത്. തനിക്ക് ദമസ്കോസിലേക്ക് പോകാനൊക്കത്തില്ല. അവരെ തന്നെ കൊല്ലാൻ വിചാരിച്ച് കൊട്ടയിൽ നിന്ന് രക്ഷപ്പെട്ടതാണ്. യെരുശലേമിൽ പോകാനൊക്കത്തില്ല. അവർ കൊല്ലാൻ വിചാരിച്ചപ്പോഴാണ് കൈസരിയയിലേക്ക് ഓടിപ്പോയത്. കൈസരിയയിൽ നിൽക്കുവാൻ സ്ഥാനമില്ല. അതുകൊണ്ടാണ് കിലിക്കയിലെ തന്റെ സ്വന്തം വീടായ തെർസോസിലേക്ക് വന്നത്. തെർസോസിൽ വന്നപ്പോൾ നാട്ടുകാരും വീട്ടുകാരും ഭാര്യയും എല്ലാവരും ഉപേക്ഷിച്ചു. ഒറ്റയ്ക്കായി ഒരു ക്രിസ്ത്യാനി ഹല്ലേലൂയ ഒറ്റയ്ക്കായിരുന്ന അവസ്ഥ. ഇന്ന് നമുക്ക് എന്ത് വലിയ മാന്യതയാണ്. ഹല്ലേലൂയ സ്തോത്രം. പെന്തിക്കോസുകാർ ഒറ്റയ്ക്കായ കാലങ്ങളുണ്ടായിരുന്നു. ഇന്ന് ഹല്ലേലൂയ സ്തോത്രം സൊസൈറ്റിയിൽ വലിയ മാന്യതയാണ്, വലിയ അഭിമാനമാണ്. എന്നാൽ ശൗലിനുണ്ടായിരുന്നതായ ആത്മശക്തിയോ ദൈവകൃപയുടെ വ്യാപാരമോ ഹല്ലേലൂയ ദൈവവുമായിട്ടുള്ള അഭേദ്യ ബന്ധമോ ഹല്ലേലൂയ സ്തോത്രം ഇന്ന് വലിയ അഭിമാനം കൊള്ളുന്നതായ ദൈവമക്കളെന്ന് അഭിമാനിക്കുന്ന എനിക്കും നമുക്കും ഒക്കെ ഉണ്ടോ എന്നുള്ളത് സംശയിക്കണം. ഹല്ലേലൂയ സ്തോത്രം. വലിയ ലോകത്തിന്റെ അഭിമാനം ലഭിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ നിന്നും ചില സാക്ഷ്യങ്ങൾ പ്രാപിക്കുന്നതാണ് നല്ലത്. ഹല്ലേലൂയ സ്തോത്രം. താൻ 2 കൊരിന്ത്യൻസ് ചാപ്റ്റർ 12 നാം പഠിക്കുമ്പോൾ ഹല്ലേലൂയ 14 വർഷം മുമ്പ് ഒരു വ്യക്തിയെ ഞാൻ അറിയുന്നു. ശരീരത്തോടു കൂടിയോ അല്ലാതെയോ ഒന്നും അറിയുന്നില്ല. അവൻ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. ഇതൊക്കെയും നാം പഠിക്കുമ്പോൾ അറേബ്യയിൽ വെച്ചല്ലായിരുന്നു താൻ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടതെന്നും ഹല്ലേലൂയ സ്തോത്രം. അതുപോലെ തന്നെ ലുസ്രയിൽ വെച്ചല്ല, ലുസ്രയിൽ വെച്ച് കല്ലെറിഞ്ഞ് മരിക്കാറായ സന്ദർഭത്തിൽ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അവിടെ വെച്ചല്ലായിരിക്കാം. പിന്നെ പ്രത്യുത എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട് എല്ലാവരാലും തള്ളപ്പെട്ട് ഹല്ലേലൂയ താൻ തെർസോസിൽ പാർത്തിരുന്ന കാലത്ത് എങ്ങോട്ടും പോകാനൊക്കത്തില്ല. ഹല്ലേലൂയ ഒരു സഭയും തന്നെ സ്വീകരിക്കത്തില്ല. ഹല്ലേലൂയ സ്തോത്രം. ഒരു സമുദായവും തന്നെ സ്വീകരിക്കത്തില്ല. ഒരു സിനഗോഗിലും തനിക്ക് കാലുകുത്താൻ അനുവാദമില്ല. ഹല്ലേലൂയ സ്തോത്രം. പിന്നെ താൻ എന്ത് ചെയ്തു? ഹല്ലേലൂയ കൂടാരപ്പണിയും ചെയ്തുകൊണ്ട് ഹല്ലേലൂയ വളരെ സമ്പന്നനും ഹല്ലേലൂയ വളരെ വിദ്യാസമ്പന്നനും ധനികനുമായിരുന്ന താൻ ജീവിക്കുവാൻ തക്കവണ്ണം കൂടാരപ്പണിയൊക്കെ എടുത്തുകൊണ്ട് കഷ്ടങ്ങളിൽ കൂടെ എല്ലാവരാലും ത്യജിക്കപ്പെട്ട് കർത്താവുമായിട്ടുള്ള അഭേദ്യ ബന്ധത്തിലായിരുന്നപ്പോൾ ആയിരിക്കണം ദൈവം അവനെ 3-ാം സ്വർഗത്തോളം എടുക്കുകയും ഹല്ലേലൂയ തനിക്ക് ലഭിക്കുവാൻ പോകുന്നതായ ഉന്നതമായ പദവിയും ഹല്ലേലൂയ സ്വർഗീയമായ ഭവനത്തിന്റെ ഔന്നിത്യവും ശ്രേഷ്ഠതയും ഒക്കെ ഗ്രഹിപ്പിച്ച് തന്റെ കണ്ണുനീർ തുടച്ചു മാറ്റിയത്. ദൈവവൈതലേ, നിന്റെ ജീവിതത്തിൽ കണ്ണുനീരിൽ കൂടെ, ഏകാന്തതയുടെ അവസ്ഥയിൽ കൂടെ, രോഗത്തിൽ കൂടെ, കഷ്ടങ്ങളിൽ കൂടെ കടന്നു പോകുന്ന സന്ദർഭത്തിൽ സ്വർഗീയ ദർശനം പ്രാപിച്ചവരായി കർത്താവുമായിട്ടുള്ള അഭേദ്യ ബന്ധത്തിൽ നമ്മുടെ ഉന്നത വിളിയുടെ ശ്രേഷ്ഠത എത്ര ആഴമെന്നും എത്ര ഉന്നതമാണെന്നും ഗ്രഹിച്ചുകൊണ്ട് കർത്താവിന് മഹത്വം കരയേറ്റി മുമ്പോട്ട് പോവുകയാണ് എങ്കിൽ ആ കർത്താവിന്റെ സാന്നിധ്യം, കർത്താവിന്റെ കൂട്ടായ്മ നമുക്ക് സന്തോഷം പകരും. യഹൂദന്മാരെ ഭയപ്പെട്ട്
ഹല്ലേലൂയ ഭീതിയിൽ വാതിലെല്ലാം അടച്ചിരുന്നതായ സ്ഥലത്തെ കർത്താവ് അവരുടെ മധ്യത്തിൽ നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞതേ ഉള്ളൂ. ജനത്തിനെല്ലാം ഹല്ലേലൂയ ആ 12 അപ്പോസ്തലന്മാർക്കും എല്ലാം സമാധാനവും സന്തോഷമായി. നമ്മുടെ കർത്താവിന്റെ സാന്നിധ്യമാണ് ഒരു ദൈവ പൈതലിന് ഏറ്റവും വലിയ സമാധാനം. ഈ ലോകത്തിന്റെ ധനമല്ല, നമ്മുടെ വിദ്യാഭ്യാസമല്ല, നമ്മുടെ ഏതോ വലിയ മേൽക്കോയ്മകളല്ല, കർത്താവിന്റെ സാന്നിധ്യം, കർത്താവുമായിട്ടുള്ള കൂട്ടായ്മ, ഇതാണ് നമ്മുടെ സന്തോഷം. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ അവിടെ ഇരിക്കുന്ന സന്ദർഭത്തിൽ താൻ ഏകനായി എല്ലാവരാലും തള്ളപ്പെട്ട് പോകുന്നതായ സന്ദർഭത്തിലാണ് ഹല്ലേലൂയ, സ്തോത്രം 11-ാം അധ്യായത്തിൽ അന്ത്യോക്യയിൽ നിന്നും ഹല്ലേലൂയ ബർന്നബാസ് തന്നെ തേടി തെർസോസിൽ ചെല്ലുകയും തന്നെ പിടിച്ചുകൊണ്ട് ഹല്ലേലൂയ ആ ദമസ്കോസിലേക്ക് വരികയും ഹല്ലേലൂയ, സ്തോത്രം ദമസ്കോസിൽ 1 കൊല്ലം പാർത്ത്, ദമസ്കോസിലും പോട്ടെ അന്ത്യോക്യയിൽ 1 കൊല്ലം പാർത്ത്, പിന്നീട് താൻ ദമസ്കോസിൽ വരുന്ന കാര്യം പറയുന്നില്ല, അന്ത്യോക്യയിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ അന്ത്യോക്യ എന്ന് പറയുന്നത് ടർക്കിയിലാണ്. ഹല്ലേലൂയ, സ്തോത്രം. വടക്കേ ടർക്കിയുടെ തെക്കേ ഭാഗത്തായിട്ട് വരും. ദൈവത്തിന് സ്തോത്രം. അവിടെയാണ് ഹല്ലേലൂയ, സ്തോത്രം അന്ത്യോക്യ എന്നുള്ളത്. ഇൻഫാക്ട് ടർക്കിയുടെ തലസ്ഥാനമാണ്. ഹല്ലേലൂയ, ഐ ഫോർഗോട്ട് ദ നെയിം ഓഫ് ദ ടർക്കീസ് ക്യാപിറ്റൽ. ഹല്ലേലൂയ, അതാണ് ആക്ച്വലി അന്ത്യോക്യ എന്ന് പറയുന്നത്. പ്രവൃത്തികളുടെ പുസ്തകം 11-ാം അധ്യായം മുതൽ അന്ത്യോക്യ സഭയെപ്പറ്റി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഹല്ലേലൂയ, പൗലോസിന്റെ മദർ ചർച്ചായി അത് മാറി. ഹല്ലേലൂയ, സ്തോത്രം. അതൊക്കെയാണ് നമുക്ക് 11-ാം അധ്യായം മുതൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. എല്ലാവരാലും തള്ളപ്പെട്ടു. ഹല്ലേലൂയ, സ്തോത്രം. എല്ലാം ഞാൻ ഹല്ലേലൂയ, സ്തോത്രം എങ്ങനെ ഈ കാലങ്ങൾ മുമ്പോട്ട് പോകുമെന്നുള്ള ഭീതിയിൽ കടന്നു പോകുന്ന സന്ദർഭത്തിൽ ദൈവ പൈതലേ, ഹല്ലേലൂയ, നിന്നെ അന്വേഷിച്ച് ചിലർ വരും. ഹല്ലേലൂയ, സ്തോത്രം. നിന്നെ അന്വേഷിച്ച് ചില ബർന്നബാസന്മാർ വരും. ഹല്ലേലൂയ, അവർ കൊണ്ട് ഹല്ലേലൂയ, സ്തോത്രം നിനക്ക് പുതു വഴികളെ തുറന്ന് ദൈവം തരും. നിന്നെ പറ്റിയുള്ള ദൈവത്തിന്റെ പദ്ധതികൾ വെളിപ്പെടുത്തി ഹല്ലേലൂയ ഒരു ഉന്നത ശുശ്രൂഷയിലേക്ക് നിന്നെ കൊണ്ടുപോകും. അതിനുശേഷമാണ് അപ്പോസ്തലനായ പൗലോസിന്റെ 3 മിഷണറി യാത്രയും ഹല്ലേലൂയ, സ്തോത്രം തന്റെ റോമിലേക്കുള്ളതായ ഇംപ്രസ്മെന്റ് യാത്ര, വോയേജ് ടു റോം ഒക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. നോക്കൂ, ഹല്ലേലൂയ, സ്തോത്രം. താൽക്കാലികമായിട്ടുണ്ടാകുന്നതായ കണ്ണുനീർ, താൽക്കാലികമായിട്ടുണ്ടാകുന്നതായ പ്രയാസങ്ങൾ, താൽക്കാലികമായിട്ടുണ്ടാകുന്നതായ കഷ്ടപ്പാടുകൾ, താൽക്കാലികമായിട്ടുണ്ടാകുന്നതായ രോഗങ്ങൾ, നിന്ദകൾ, പരിഹാസങ്ങൾ, ഇവയിൽ നീ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. ഹല്ലേലൂയ, സ്തോത്രം. ക്രിസ്തുവിനോട് പറ്റിച്ചേർന്ന് ജീവിക്കുക. കർത്താവ് നിന്നെ തീർച്ചയായും അനുഗ്രഹിക്കും. ഇതാണ് 9-ാം അധ്യായത്തിന്റെ 1 മുതൽ ഹല്ലേലൂയ 31 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഒത്തിരി കാര്യങ്ങൾ ഞാൻ വിട്ടു. ഹല്ലേലൂയ, സ്തോത്രം. ഈ ഇത്രയും 31 വാക്യങ്ങളിൽ അറ്റ്ലീസ്റ്റ് അബൌട്ട് 7 or 8 മെസ്സേജസ് ആർ ഹിയർ. അതാണ് ഈ 9-ാം അധ്യായത്തിന്റെ പ്രത്യേകത. ഹല്ലേലൂയ, ആ മെസ്സേജസിൽ ചിലത് പോയിന്റുകളൊക്കെ പറയുവാൻ എനിക്കിടയായി. മെസ്സേജായിട്ടൊന്നും ഞാൻ പറഞ്ഞില്ല. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ ഹല്ലേലൂയ, സ്തോത്രം അവൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം 12-ാം വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഹല്ലേലൂയ, എ ടോട്ടൽ ചേഞ്ച് ഓഫ് അപ്പോസ്റ്റൽ പോൾ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. എ പാറ്റേൺ ഓഫ് പ്രെയർ ആണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസിനെ പ്രാർത്ഥിക്കാൻ നല്ലവണ്ണം അറിയായിരുന്നു. ന്യായപ്രമാണ പ്രകാരമുള്ള ആ പരീശ പ്രാർത്ഥന കർത്താവ് പറഞ്ഞിരിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കുമല്ലോ. ഞാൻ പതാരം കൊടുക്കുന്നു, ഞാൻ ഇന്നേ ആളാണ്. ഹല്ലേലൂയ, സ്തോത്രം. പരീശനും പാപിയും കൂടിയുള്ള പ്രാർത്ഥന. ഹല്ലേലൂയ, ആ പരീശ പ്രാർത്ഥനയായിരുന്നു പൗലോസിന്റെ. ഹല്ലേലൂയ, തന്റെ വിദ്യാഭ്യാസം, ഗമാലിയേലിന്റെ കീഴിൽ നിന്നുള്ളതായ ലഭിച്ചതായ അഭിമാനങ്ങൾ, സെന്നിത്തരി സംഘത്തിലെ അംഗം, ബെന്യാമിൻ ഗോത്രക്കാരൻ, എബ്രായിൽ നിന്ന് ജനിച്ച എബ്രായൻ, ജന്മനാ റോമാ പൗരൻ, ഹല്ലേലൂയ, വലിയ ധനികൻ, ഹല്ലേലൂയ, സ്തോത്രം, വലിയ പ്രസംഗ പാടവമുള്ളവൻ, ഹല്ലേലൂയ, ന്യായപ്രമാണം അരച്ചു കുലുക്കി അറിയാവുന്നവൻ, ഹല്ലേലൂയ, അതിന്റെ ഉപനിഷത്തുകൾ 630 ഉപവിഭാഗങ്ങളും അറിയാവുന്നവൻ, ഹല്ലേലൂയ, സ്തോത്രം. ഇതെല്ലാം തനിക്ക് ഒത്തിരി പ്രശംസിക്കുവാൻ തക്കവണ്ണം ഉണ്ടായിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ ഇവിടെ അതൊന്നും തനിക്ക് ആ പ്രാർത്ഥനയല്ല, ഒരു പുതിയ പ്രാർത്ഥന. ഹല്ലേലൂയ, സ്തോത്രം. തന്റെ പ്രാർത്ഥന സ്വർഗത്തിലെത്തിയ പ്രാർത്ഥനയാണ്.
ഹല്ലേലൂയ. അവൻ പ്രാർത്ഥിക്കുന്നെന്ന് ഹല്ലേലൂയ താൻ പാർത്ത വീട്ടുകാരനല്ല പറഞ്ഞത്, ഹല്ലേലൂയ ചുറ്റുപാടുമുള്ളവരല്ല പറഞ്ഞത്, ഹല്ലേലൂയ അയൽവക്കക്കാരല്ല, ദേശക്കാരല്ല പറഞ്ഞത്, കർത്താവാ പറഞ്ഞത്. അവൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥനയെ പറ്റി സാക്ഷ്യം പറയേണ്ടത് മറ്റാരുമല്ല. കർത്താവ് സാക്ഷ്യം പറയാത്ത പ്രാർത്ഥനകളൊന്നും നല്ല പ്രാർത്ഥനയല്ല. ഹല്ലേലൂയ, സ്തോത്രം. മണിക്കൂറുകൾ പ്രാർത്ഥിച്ചാലും, ഉപവസിച്ച് പ്രാർത്ഥിച്ചാലും, ഉപവസിക്കാതെ പ്രാർത്ഥിച്ചാലും, എപ്പോഴും പ്രാർത്ഥിച്ചാലും നമ്മുടെ പ്രാർത്ഥനകളെ പറ്റി കർത്താവ് സാക്ഷ്യം പറയണം. അങ്ങനെയുള്ള പ്രാർത്ഥന ഹൃദയ നുറുക്കത്തോടുകൂടിയുള്ള പ്രാർത്ഥനയാണ്. അപ്പോൾ പൗലോസ് പ്രാർത്ഥിച്ച പ്രാർത്ഥന ഹൃദയ നുറുക്കത്തോട്, എനിക്ക് ഒത്തിരി ഹൃദയ നുറുക്കത്തിന് കാരണമുണ്ട്. കാരണം യെരുശലേം, ശമരിയ, യഹൂദ്യ എന്നീ ദേശങ്ങളിലുള്ള എല്ലാവരെയും ഉപദ്രവിച്ചിട്ട് അവൻ ഇങ്ങോട്ട് വരുന്നത്. ഹല്ലേലൂയ. അവൻ കേട്ട ശബ്ദം, നീ എന്നെ ഉപദ്രവിക്കുന്ന എന്തെന്നാണ് കർത്താവ് അവനോട് ചോദിച്ചത്. ഹല്ലേലൂയ, സ്തോത്രം. സ്തെഫാനോസിനെ കൊല്ലുവാൻ അനുവാദം കൊടുത്തവനാണ് താൻ. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ തനിക്ക് ഒത്തിരി അനേകരെ മുറിവുപെടുത്തിയിട്ടുണ്ട്. തന്റെ മഹാനെന്ന് നടിച്ചുകൊണ്ട് അനേകരെ കൊലയ്ക്ക് വിളിച്ചവനാണ്. ഹല്ലേലൂയ. അതൊക്കെ താൻ കണ്ടുകൊണ്ട് തന്റെ ഹൃദയം പൊട്ടിക്കീറി കരഞ്ഞുകൊണ്ട്, ഹല്ലേലൂയ, സ്തോത്രം, എ പെനിറ്റന്റ് പ്രയർ ആണ്. ഹല്ലേലൂയ, സ്തോത്രം. അവൻ പ്രാർത്ഥിക്കുന്നു എന്നുള്ളതായ ആ പ്രാർത്ഥനയെ അങ്ങോട്ട് വിശകലനം ചെയ്യാമെങ്കിൽ അറ്റ്ലീസ്റ്റ് an hour of മെസ്സേജ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. തന്റെ പ്രാർത്ഥനയ്ക്ക് ഹല്ലേലൂയ കർത്താവ് സാക്ഷ്യം പറയുവാൻ കാരണം ഒരു പെനിറ്റന്റ്, ഒരു മാനസാന്തരമുള്ള, ഒരു ഹൃദയനുറുക്കമുള്ള, ഹല്ലേലൂയ, സ്തോത്രം, കണ്ണുനീരൊഴുകുന്ന പ്രാർത്ഥനയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. Prayer always go against the flesh. ഹല്ലേലൂയ, സ്തോത്രം. ജഡത്തിൽ പ്രശംസിക്കുന്ന പ്രാർത്ഥനയൊന്നും പ്രാർത്ഥനയല്ല, അതൊക്കെ പ്രശംസകളാണ്. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ പ്രാർത്ഥനയിൽ മറ്റുള്ളവരെ ഉയർത്തുന്നുവെങ്കിൽ അവരുടെ ആവശ്യങ്ങളെ ഉയർത്തണം. അവരെ ഏതാണ്ട് മഹാനാണെന്നോ മഹതിയാണെന്നോ ഉയർത്തുകയാണെങ്കിൽ അതൊന്നും പ്രാർത്ഥനയല്ല. ഹല്ലേലൂയ, സ്തോത്രം. പ്രാർത്ഥന എന്ന് പറയുന്നത് ഗോ അഗൈൻസ്റ്റ് ദ ഫ്ലഷ്. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ ജഡത്തിനെ പ്രാർത്ഥിപ്പാൻ ഇഷ്ടമല്ല. ഹല്ലേലൂയ. പ്രസംഗിക്കാൻ ഇഷ്ടമാണ്, പഠിപ്പിക്കാൻ ഇഷ്ടമാണ്, നല്ലൊരു ടീച്ചർ എന്ന സാക്ഷ്യം കിട്ടും, നല്ല ഒരു പ്രാസംഗികൻ എന്ന സാക്ഷ്യം കിട്ടും, അതൊക്കെ നല്ല കാര്യമാണ്. ഹല്ലേലൂയ. സൊസൈറ്റിയിലെ കൗൺസിലിംഗ് ഇങ്ങനെയൊക്കെ ആവുമ്പോൾ എല്ലായിടത്തും നമുക്ക് ഏതോ ഒരു ഫെയിം കിട്ടുന്നുണ്ട്. എന്നാൽ അതൊക്കെ ഫ്ലഷിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ്. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ ഹല്ലേലൂയ, ദ ട്രൂ പ്രയർ ഗോ അഗൈൻസ്റ്റ് ദ ഫ്ലഷ്. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ ജഡത്തെ കീറി മുറിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയാണ് യഥാർത്ഥ പ്രാർത്ഥന എന്ന് പറയുന്നത്. നമ്മുടെ ജഡത്തിന് ഇഷ്ടമല്ല യഥാർത്ഥ പ്രാർത്ഥന. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ ജഡത്തെ മുറിച്ച് അതിന്റെ രാഗമോഹങ്ങളെ യേശു രക്ഷകനോടുകൂടെ ക്രൂശിച്ച്, ഹല്ലേലൂയ, അവിടുത്തെ പാദപീഠത്തിൽ ഇരുന്ന് ഒരു പെനിറ്റന്റ് പ്രയർ, ഒരു ഹൃദയനുറുക്കമുള്ള, ഒരു മാനസാന്തരമുള്ള പ്രയർ ആയിട്ട് ദൈവസന്നിധിയിൽ കൊണ്ടുവരുന്നതാണ്. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഹല്ലേലൂയ പ്രാർത്ഥനയെപ്പറ്റി, താൻ പ്രാർത്ഥിക്കുന്നു എന്നുള്ളതിനെ പറ്റി, തന്റെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ, തന്റെ സമർപ്പണത്തോടുള്ള ബന്ധത്തിൽ, ഹല്ലേലൂയ, അനന്യാസ് എന്നൊരു വ്യക്തി വരുന്നു എന്നുള്ളത് തന്റെ പ്രാർത്ഥനയിൽ താൻ കാണുന്നുവെന്നാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ തന്റെ പ്രാർത്ഥനയിൽ തൻ വെളിപ്പാടുകൾ, ഹല്ലേലൂയ, പുറത്തെ കണ്ണടഞ്ഞിരുന്നാലും അകത്തെ കണ്ണ് തുറന്നുകൊണ്ടുള്ള ഒരാത്മനിയോഗത്താലുള്ള ഒത്തിരി കാര്യങ്ങൾ പറയുവാനുണ്ട്. എന്റെ മുമ്പിൽ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ മുമ്പോട്ട് പോകുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം, പല കാര്യങ്ങൾ പറയുവാനുണ്ടെങ്കിലും ഹല്ലേലൂയ, സ്തോത്രം, ഞാൻ സമയം ഇനിയും എടുക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. 3 ആഴ്ച നാം ഈ 31 വാക്യങ്ങളെ പറ്റി ചിന്തിപ്പാൻ തക്കവണ്ണം ഇടയായി. ഹല്ലേലൂയ, സ്തോത്രം. ഒരു 3-4 മെസ്സേജെങ്കിലും ഐ ട്രൂലി മിസ്ഡ് ഇറ്റ്. ഹല്ലേലൂയ, സ്തോത്രം. പൗലോസ് ഒരു മാനപാത്രമായി നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. ഹല്ലേലൂയ. 15-ാം വാക്യത്തിൽ, ഹല്ലേലൂയ, സ്തോത്രം, 15-ാം വാക്യം തന്നെ എത്ര പ്രസംഗങ്ങൾ ഉണ്ടെന്നറിയാം, ഒത്തിരിയുണ്ട്. ഹല്ലേലൂയ. ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രം. ഹല്ലേലൂയ. എ ബ്യൂട്ടിഫുൾ മെസ്സേജ് ആണ്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോസ്തലനായ പൗലോസിന്റെ ശുശ്രൂഷ ഇങ്ങോട്ട് വിവരിച്ചിട്ട് ദൈവം തന്നെ തിരഞ്ഞെടുത്ത ഒരു മാനപാത്രമായി, ഹല്ലേലൂയ, കോപപാത്രത്തിൽ നിന്ന് മാറ്റിയത് എങ്ങനെയെന്ന് നാം വിശദീകരിച്ച് കഴിയുമ്പോൾ an hour of
ബ്യൂട്ടിഫുൾ മെസ്സേജ്. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ. ഹല്ലേലൂയ. എ പാറ്റേൺ ഓഫ് ചർച്ച്. ഹല്ലേലൂയ. 31 വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, ഹല്ലേലൂയ സ്തോത്രം, ഒരു സഭയുടെ പാറ്റേൺ. അങ്ങനെ യഹൂദ്യ, ഗലീല, ശമരിയ, ഹല്ലേലൂയ എന്നീ ദേശങ്ങളിലൊക്കെയും സഭയ്ക്ക് സമാധാനമുണ്ടായി. സഭ ആത്മീക വർധനവ് പ്രാപിച്ചു. 1-ാം നൂറ്റാണ്ടിലെ സഭയാണ് കർത്താവിനോടുള്ള ഭക്തിയിലും പരിശുദ്ധാത്മാവിന്റെ പ്രബോധനത്തിലും നടന്ന് പെരുകിക്കൊണ്ടിരുന്നു. 4 മെയിൻ കാര്യങ്ങളാണ് ഈ 31 വാക്യത്തിൽ കാണുവാൻ ആത്മീക വർധനവ് പ്രാപിച്ചു, കർത്താവിനോടുള്ള ഭക്തിയിലെ പരിശുദ്ധാത്മാവിന്റെ പ്രബോധനത്തില് വർദ്ധിച്ചു വരുന്ന സഭ. ഈ 4 കാര്യങ്ങളാണ് 31 വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്നാൽ ഹല്ലേലൂയ സ്തോത്രം, ഈ 3 സ്ഥലങ്ങളിലുള്ള യഹൂദ്യ, ഗലീല, ശമരിയ അനേക സഭകളായി. ഇപ്പം യെരുശലേമിലെ ഒരു മദർ ചർച്ച് മാത്രമല്ല, ഹല്ലേലൂയ അതിനോട് ബന്ധപ്പെട്ട് അനേക സഭകളായി. ഹല്ലേലൂയ സ്തോത്രം. ഇത് ഹല്ലേലൂയ സ്തോത്രം സഭകൾ എന്ന് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നില്ല. 3 സ്ഥലം പറയുന്നുണ്ട്, 3 പ്ലേസസ് പറയുന്നുണ്ട്. യഹൂദ, ഗലീല, ശമരിയ. യഹൂദ എന്ന് പറയുമ്പോൾ ഒരു നമുക്കറിയാം യെരുശലേം അവിടെ മിസ് ചെയ്തു. ഹല്ലേലൂയ. അപ്പൊ 4 പ്ലേസ് കുറഞ്ഞത് ഇവിടെ പറയുന്നുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. അതുപോലെ തന്നെ 9-ാം അധ്യായത്തിൽ ദമസ്കോസിനെ പറ്റി പറയുന്നുണ്ട്. അത് 5-ാമത്തെ സ്ഥലമാണ്. ഹല്ലേലൂയ സ്തോത്രം. എന്നാലും ഈ 5 സ്ഥലങ്ങളെ പറ്റി പറയുന്നുണ്ടെങ്കിൽ തന്നെയും സഭ, ചർച്ച് എന്നുള്ള സഭകൾ എന്ന് പറയുന്നില്ല. ഹല്ലേലൂയ. ചർച്ചസ് എന്ന് പറയുന്നില്ല, സഭ എന്നാണ്. സഭ ആത്മീക വർധനവ് പ്രാപിച്ചു. അപ്പോൾ പല സ്ഥലങ്ങളിൽ ഹല്ലേലൂയ സ്തോത്രം ദിക്കുകളുടെ അകലം മൂലം പല കൂട്ടായ്മകൾ, പല ആരാധനകൾ, പല ചർച്ചകൾ ഉണ്ടായിരുന്നെങ്കിൽ തന്നെയും ഇവയെല്ലാം ഒറ്റക്കെട്ടിൽ, ഒറ്റ വീക്ഷണത്തിൽ സഭ എന്നാണ് കാണുവാൻ സാധിക്കുന്നത്. ഒത്തിരി കാര്യങ്ങൾ ഹല്ലേലൂയ 31-ാം വാക്യത്തിൽ അനദർ ബ്യൂട്ടിഫുൾ മെസ്സേജ് ആണ് ഹല്ലേലൂയ 31-ാം വാക്യത്തിൽ കാണുവാൻ സാധിക്കുന്നത്. അനദർ വൺ ഈസ് ഹല്ലേലൂയ 6-ാം വാക്യം, 18-ാം വാക്യം, അതുപോലെ തന്നെ 6-ാം വാക്യം, 18-ാം വാക്യം, 11-ാം വാക്യം. ഈ 3 ബ്യൂട്ടിഫുൾ മെസ്സേജ്. നീ എഴുന്നേറ്റുക 6-ാം വാക്യത്തിൽ, അത് ശൗലിനോട് പറയുന്നതാണ്. രണ്ടാമതായി ശൗലിനോട് പറയുന്നത് ഹല്ലേലൂയ 18-ാം വാക്യത്തിലാണ്, നീ എഴുന്നേറ്റ് സ്നാനപ്പെടുക. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ റൈസ് ആൻഡ് ഗോ എന്നുള്ള ഒരു ബ്യൂട്ടിഫുൾ മെസ്സേജ് ആണ്. ഹല്ലേലൂയ സ്തോത്രം. ഒരു വലിയ കൺവെൻഷൻ മെസ്സേജ് ആണ് അത്. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ടാണ് 9-ാം അധ്യായം എത്ര പഠിപ്പിച്ചാലും എത്ര പ്രസംഗിച്ചാലും തീരാത്ത നിധികളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നതാണ്. ഹല്ലേലൂയ സ്തോത്രം. അതുപോലെ തന്നെ ശുശ്രൂഷയ്ക്ക് നീ പോക. ഹല്ലേലൂയ സ്തോത്രം. 11-ാം വാക്യത്തിൽ കർത്താവിനോട് നീ എഴുന്നേറ്റ് ഹല്ലേലൂയ അനന്യാസിനോട് പറയുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. ഇവയൊക്കെയും നാം അങ്ങോട്ട് ചിന്തിച്ച് പഠിച്ചാൽ നിരവധി മർമ്മങ്ങളുടെ ഹല്ലേലൂയ സ്തോത്രം ഒരു ശൃംഖല, ഒരു മാലയാണ് 9-ാം അധ്യായം എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഞാനിവിടെ നിർത്തുകയാണ്, എന്റെ മുമ്പിലുള്ള സമയം പോയി. ഹല്ലേലൂയ സ്തോത്രം. 9-ാം അധ്യായത്തെ പറ്റി 3 ആഴ്ച നാം ചിന്തിച്ചെങ്കിൽ തന്നെയും ഒത്തിരി കാര്യങ്ങൾ ജസ്റ്റ് ടച്ച് ചെയ്ത് പോയി ചിന്തിക്കുകയായിരുന്നു ചെയ്തത്. ഹല്ലേലൂയ. അടുത്ത ആഴ്ചയിൽ 32-ാം വാക്യം മുതൽ ഹല്ലേലൂയ നാം പഠിക്കുന്നതായിരിക്കും 43-ാം വാക്യം വരെ. ഹല്ലേലൂയ അപ്പോസ്തലനായ പത്രോസിന്റെ ശുശ്രൂഷയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഹല്ലേലൂയ അപ്പോസ്തലനായ പൗലോസ് 3 വർഷം ഹല്ലേലൂയ ദമസ്കോസിലും മരുഭൂമിയിൽ കർത്താവിനോടുകൂടിയും ആയിരുന്നപ്പോൾ പത്രോസ് എന്താണ് ചെയ്തത് എന്നുള്ളതാണ് 31-ാം വാക്യത്തെ മുതൽ 43-ാം വാക്യം വരെ ഹല്ലേലൂയ പത്രോസിന്റെ ശുശ്രൂഷകളുടെ സംക്ഷിപ്തമാണ് കാണുവാൻ സാധിക്കുന്നത്. 10-ാം അധ്യായത്തിലും പത്രോസിനെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അത് അടുത്ത ആഴ്ചയിൽ നാം ചിന്തിക്കുന്നതായിരിക്കും. ദൈവവചനം കേൾക്കുവാൻ കാതുകൾ ഹല്ലേലൂയ നൽകിയ എല്ലാ പ്രിയപ്പെട്ടവർക്കും എന്റെ പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ഓൾ. ഗോഡ് ബ്ലെസ് യു. ഞാനൊരു വാക്കിൽ പ്രാർത്ഥിക്കട്ടെ. കരുണയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, ദൈവവചനം കേൾക്കേണ്ടതിനു വേണ്ടി അവിടുത്തെ സന്നിധിയിലായിരുന്ന അവിടുത്തെ മക്കൾക്കായി സ്തോത്രം. ഇന്ന് കേൾക്കപ്പെട്ട വചനം അവരുടെ ആശ്വാസത്തിനും വിടുതലിനും സൗഖ്യത്തിനും ഹല്ലേലൂയ കർത്താവിനോടുള്ള അഭേദ്യ ബന്ധത്തിനും കാരണമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ പരിശുദ്ധാത്മാവ് ഇറങ്ങി പ്രവർത്തിച്ച് 100 മേനി വിളയുന്ന ഒരനുഭവം ഉണ്ടാകുവാനിടയാക്കണമേ.
തിരുനാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഞങ്ങളുടെ അപേക്ഷകൾ കേട്ടതിനാൽ സ്തോത്രം. ഇന്ന് രാത്രി കർത്താവ് മഹത്വം എടുത്തതിനാൽ സ്തോത്രം. യേശു രക്ഷകന്റെ നാമത്തിൽ തന്നെ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന് നന്ദിയോടെ സ്തോത്രം. ഇന്ന് രാത്രികാലം അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ വചനം കേൾക്കുവാൻ തക്കോണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിച്ചല്ലോ. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജോൺ വർഗീസ് കഴിഞ്ഞ ആഴ്ചയിൽ ശാരീരികമായി ക്ഷീണിതനായിരുന്നു. എന്നാൽ സൗഖ്യത്തോടെയും ആരോഗ്യത്തോടെയും ഇന്ന് രാത്രികാലം ദൈവവചനം സംസാരിപ്പാൻ നമ്മുടെ മധ്യത്തിൽ കൂട്ടിവരുത്തിയത് ഓർത്തുകൊണ്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ദാസനെ ഓർത്തുകൊണ്ട് തുറന്നും നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രികാലം കേട്ട വചനത്തിന് മുമ്പിൽ നമ്മെ സമർപ്പിക്കാം. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലെ ചൈതന്യത്തിനും അനുഗ്രഹത്തിനും സമൃദ്ധിക്കും കാരണമായി തീരട്ടെ എന്ന് നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മെ സമർപ്പിക്കാം. കർത്താവിന് നന്ദിയോടെ സ്തോത്രം. അപ്പോസ്തലനായ പൗലൂസിനെ കുറിച്ച് കർത്താവ് പറയുന്നത് പോലെ അവൻ എൻ്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്കും മുമ്പിൽ വഹിക്കുവാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാകുന്നു. ഹല്ലേലൂയ, സ്തോത്രം. എൻ്റെ നാമത്തിന് വേണ്ടി അവൻ എന്തെല്ലാം കഷ്ടം അനുഭവിക്കേണ്ടതാകുന്നു എന്ന് ഞാൻ അവനെ കാണിക്കും. കർത്താവിന് നന്ദിയോടെ സ്തോത്രം. ഒരു വ്യക്തിയെ ദൈവം തിരഞ്ഞെടുത്താൽ വളരെ നിർണയത്തോടുകൂടി, ദൈവിക നിർണയത്തോടുകൂടി, ദൈവിക പ്ലാനിനോടുകൂടി ആകുന്നു എന്നുള്ളത് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. യെരമ്യാവിന്റെ പുസ്തകം 1:18 നാം കാണുന്നത് പോലെ ഞാൻ ഇന്ന് നിന്നെ സർവ്വദേശത്തിനും യഹൂദ രാജാക്കന്മാർക്കും പ്രഭുക്കന്മാർക്കും പുരോഹിതന്മാർക്കും ദേശത്തിലെ ജനത്തിനു നേരെ ഉറപ്പുള്ള ഒരു പട്ടണവും ഇരുമ്പ് തൂണും താമര മതിലുമാക്കി വെച്ചിരിക്കുന്നു. ഈ ദിവസങ്ങൾ നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ഈ വചനങ്ങൾ ദിവസങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. കർത്താവിന് നന്ദിയോട് സ്തോത്രം. കർത്താവെ, നീ എന്നെ തിരഞ്ഞെടുക്കണമേ, നിന്റെ പ്ലാൻ പ്രകാരം ജീവിക്കാൻ നീ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് ഇന്ന് രാത്രികാലം ഒരു സമർപ്പണത്തോടുകൂടി ദൈവസന്നിധിയിലായിരിക്കാം. രാത്രികാലം കർത്താവ് അതിനായിട്ട് നമ്മെ ബലപ്പെടുത്തട്ടെ. അനുഗ്രഹിക്കപ്പെട്ടതായ വചനം കേട്ട എല്ലാ ദൈവമക്കളെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇനിയും അനേകം ഈ വചനം കേട്ട അനുഗ്രഹം പ്രായപ്പാനിടയായി തീരട്ടെ. പ്രിയ കർത്താവിന്റെ ദാസൻ അനിയച്ചാനെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെ അക്സമോളും അഭിയമോളും പാട്ടുപാടിയല്ലോ, അവരെ ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന് വേണ്ടി വിശ്വസ്തയോടെ ജീവിക്കാൻ കർത്താവ് കുഞ്ഞുങ്ങളെ ബലപ്പെടുത്തട്ടെ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. പ്രത്യേകം ഒരു കാര്യം അറിയിക്കാനുള്ളത്, നാളെ വൈകിട്ട് മുതൽ എല്ലാ ഓൾട്ടർനേറ്റീവ് വെനസ്ഡേയിലും പാസ്റ്റർ ഇവാഞ്ചലിസ്റ്റ് ലൂക്ക് എന്ന ഒരു സഹോദരനാണ് ദൈവത്തിന്റെ വചനം സംസാരിക്കുന്നത്. എപ്പിസൽസ്, സ്റ്റഡി ഓഫ് എപ്പിസൽസ് എന്ന ഒരു സബ്ജക്റ്റാണ് അദ്ദേഹം എടുക്കുന്നത്. എല്ലാ ലേഖനങ്ങളെക്കുറിച്ചും ഒരു ചെറിയ സംക്ഷിപ്തം, ദീർഘമായ വാക്യം